എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മോഹങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാത്ത ആരുമില്ല. ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ളവരാകട്ടെ, കൊച്ചുകുട്ടികളാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, ചെറുപ്പക്കാരാകട്ടെ, കല്യാണം കഴിച്ചവരാകട്ടെ, കഴിക്കാത്തവരാകട്ടെ, നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹമുള്ളവരാ നമ്മളെല്ലാവരും. നമുക്ക് ഓരോ ആഗ്രഹങ്ങളാണ് പടച്ചവനെ. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ. ഈ സദസ്സിലിരിക്കുന്നവരിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, എഞ്ചിനീയർ ആകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ ഹാഫിളീങ്ങളാകാൻ, ആലിമീങ്ങളാകാൻ, ഇതുപോലെ പ്രഭാഷകന്മാരാകാൻ, ഇതുപോലെയുള്ള പണ്ഡിതന്മാരാകാൻ, വഫിയെ പഠിക്കുന്ന കുട്ടികളാകാൻ, അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന പെൺകുട്ടികളാകാൻ, ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളാ. ചിലർക്ക് ഗൾഫിൽ പോകണം, ചിലർക്ക് പൈസ ഉണ്ടാകണം, ചിലർക്ക് നല്ല വീട് വെക്കണം, നല്ല ഒരു കുടുംബജീവിതം ഉണ്ടാകണം. അപ്പൊ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും ഉള്ളവരാ നമ്മൾ. ആ മോഹങ്ങളും ആഗ്രഹങ്ങളും ഒരിക്കലും അവസാനിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാളുടെ ആഗ്രഹങ്ങൾ, ദുനിയാവിലെ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഒരു കാലത്തും അവസാനിക്കുന്നില്ല. കാരണം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലൗ അന്ന ലി ഇബ്ന ആദമ വാദിയ. നബി തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആദമിന്റെ സന്തതികൾ, ആദമിന്റെ മക്കൾക്ക് ഒരു സ്വർണത്തിന്റെ ഒരു മല തന്നെ അള്ളാഹു കൊടുത്തു. ഒരു സ്വർണത്തിന്റെ മല തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിന്റെ മക്കൾക്ക് കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒന്നാമത്തെ സ്വർണ്ണമല കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ ആഗ്രഹം തീരുന്നില്ല. അവൻ രണ്ടാമതൊരു സ്വർണ്ണമല കൂടെ അവൻ ആഗ്രഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു സ്വർണത്തിന്റെ ഒരു മല തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അവൻ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സവനുണ്ടാകുന്നില്ല. അവന് പിന്നെയും വേണം. അവന് രണ്ടാമതൊരു സ്വർണത്തിന്റെ മല കൂടെ കിട്ടുന്നതിന് വേണ്ടി അവന് പരിശ്രമിക്കുകയാണ്, അതിനുള്ള വഴികൾ നോക്കുകയാണ്. അവന്റെ ആഗ്രഹം തീരുന്നില്ല. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, അവന്റെ ആഗ്രഹം ഏതുവരെ തീരില്ലെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, 6 അടി മണ്ണിലെ മണ്ണുകൊണ്ടല്ലാതെ അവന്റെ ആഗ്രഹം തീരില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മനുഷ്യന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതാണ്. എത്ര കിട്ടിയാലും തികയില്ലടോ. അവന്റെ സ്വപ്നങ്ങളും അവന്റെ ആഗ്രഹങ്ങളും അവന്റെ മോഹങ്ങളും കൂടുകയല്ലാതെ കുറയുകയില്ല. എത്ര കിട്ടിയാലും അവന് തികയുന്നില്ല. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, അവന്റെ ആഗ്രഹങ്ങൾ തീരണമെങ്കിൽ ഈ ദുനിയാവിൽ അവന് എന്തെല്ലാം കിട്ടിയാലും അവന്റെ ആഗ്രഹം തീരുന്നില്ലല്ലോ. പിന്നെ അവന്റെ ആഗ്രഹം തീരുന്നത് എവിടെയാണ്? അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് നമ്മളെ വിളിച്ചു കൊണ്ടുപോകുന്ന ഒരു സമയമുണ്ടല്ലോ. അവസാന പള്ളിപ്പറമ്പിലെ കബറില് ആ മണ്ണുകൊണ്ടാണ് അവന്റെ ആഗ്രഹം തീരുന്നതെന്ന് നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ മനുഷ്യന് വല്ലാത്ത മോഹമാണ്. 2023 വിട പറഞ്ഞ് 24ലേക്ക് കടന്നിരിക്കുന്ന ഞാനും നിങ്ങളും ഒരുപാട് സ്വപ്നങ്ങൾ കാണുകയാ. ഒരുപാട് മോഹങ്ങളാണ്, ഒരുപാട് ആഗ്രഹങ്ങളാണ്. പടച്ചവനെ, പുതുവർഷത്തിൽ നമ്മുടെ മനസ്സുകളിൽ ഒരുപാട് സ്വപ്ന കൊട്ടാരങ്ങൾ പണിതുകൊണ്ട്, മോഹങ്ങൾ പണിതുകൊണ്ട് ഞാനും നിങ്ങളും നടക്കുകയാണ്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളാരും ഓരോ വർഷം കഴിയുമ്പോഴും നമ്മളെ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. പടച്ചവനെ, ഞാൻ മരണത്തിലേക്ക് ഒരു കൊല്ലം കൂടെ അടുത്തിരിക്കുകയാണ്. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരാൻ പടച്ചവനെ ഒരു കൊല്ലം കൂടെ അതാ മരണത്തിലേക്ക് അടുക്കുകയാണ്. നമ്മൾ ഖബറിൽ പോകേണ്ടവരാണ്, നമ്മൾ മരിക്കേണ്ടവരാണ്. പടച്ചവനെ, എനിക്ക് അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ ആയുസ്സുകൾ ഇങ്ങനെ കടന്നു പോവുകയാണ് എന്ന ഒരു ബോധം എനിക്കും നിങ്ങൾക്കുമില്ലടോ. ആ ചിന്ത നമുക്ക് ആർക്കുമില്ല. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, മനുഷ്യന്റെ ആഗ്രഹം അതാണ്. നബി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതാ ജനങ്ങൾക്ക് പ്രായമാകുമ്പോ, അതാ ജനങ്ങൾക്ക് വയസ്സ്
വയസ്സാകുമ്പോ പ്രായം കൂടുന്നതിനനുസരിച്ച് രണ്ട് കാര്യങ്ങൾ യുവത്വം പ്രാപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രായമാകുന്നതിനനുസരിച്ച് ഓരോ വയസ്സ് കൂടുന്നതിനനുസരിച്ച് അതാ പടച്ചവനെ രണ്ട് കാര്യങ്ങൾ അതാ യുവത്വം പ്രാപിക്കുകയാണ്. പടച്ചവനെ വല്ലാത്ത ആഗ്രഹം തോന്നുകയാണ്. നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാ, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനെ എന്താണ് നബിയേ? അതാ പടച്ചവനെ പ്രായമായാലും യുവത്വം പ്രാപിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് അവിടുന്ന് ചോദിക്കുമ്പോ നബി തങ്ങൾ പറയുകയാ, നബി തങ്ങൾ പറയുന്നു, അൽ ഹിർസു അലൽ മാൽ വൽ ഹിർസു അലൽ ഉംരി. ജനങ്ങൾക്ക് പ്രായമാകുന്നതിനനുസരിച്ച് യുവത്വം പ്രാപിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഏതാണെന്നറിയുമോ? അതിലെ ഒന്നാമത്തെ കാര്യം സമ്പത്തിനോടുള്ള ആഗ്രഹമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സമ്പത്തിനോടുള്ള ആഗ്രഹമാണ്, സമ്പത്തിനോടുള്ള ആർത്തിയാണ്. പടച്ചവനെ ഒരിക്കലും അത് മാറുന്നില്ലടോ. പടച്ചവനെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പോലെയല്ല. അതാ സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് പൈസ വേണം, മുട്ടായി തിന്നണം, ഈ ചിന്ത മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടെ മുകളിലേക്ക് ഇറങ്ങിയാൽ പടച്ചവനെ അവർക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ ജീവിക്കണം, ഒന്ന് കറങ്ങി നടക്കണം, ആ ചിന്ത മാത്രമേ ഉള്ളൂ. കുറച്ചു മുകളിലേക്ക് കയറിയാൽ പടച്ചവനെ അതാ ഒരു നല്ല ബൈക്ക് വേണം, മൊബൈൽ വേണം, ലാപ്ടോപ്പ് വേണം, ഇങ്ങനെയുള്ള ചിന്തകളാണുള്ളത്. ഇങ്ങനെ പടച്ചവനെ പിന്നെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു. അല്ലാഹുവേ, പിന്നെ ഇങ്ങനെ വയസ്സാകുമ്പോ പ്രായമാകുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാർക്ക് പടച്ചവനെ സമ്പത്തിനോടുള്ള ആഗ്രഹം കൂടുകയാ. പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് സമ്പത്തിനോട് ആഗ്രഹം ഇങ്ങനെ കൂടുകയാണ്, ആർത്തിയങ്ങ് കൂടുകയാണ്. പടച്ചവനെ പ്രായമായല്ലോ, എനിക്ക് തിന്നാൻ കഴിക്കില്ല, എനിക്ക് അതാ ധരിക്കാൻ പറ്റില്ല, എനിക്ക് പണം കിട്ടിയിട്ട് പ്രയോജനമില്ല, ഞാൻ വൃദ്ധനാണല്ലോ, രോഗിയാണല്ലോ, ഒരുപാട് പ്രയാസമുണ്ടല്ലോ, അതുകൊണ്ട് പടച്ചവനെ പണത്തിനോടുള്ള ആർത്തി കുറയാമെന്നല്ല, കൂടുകയാണ് സഹോദര. സമ്പത്തിനോടുള്ള ആർത്തി ഇങ്ങനെ വല്ലാതെ വർദ്ധിക്കുകയാണ്. ഇന്നത്തെ മുസ്ലിം സമുദായത്തിൽ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാ. പണം വേണമല്ലോ, എല്ലാവർക്കും വേണ്ടത് പണമാണോ. ഹലാലില്ല, ഹറാമില്ല, നോട്ടമില്ല, തിന്നണം, കുടിക്കണം, ആസ്വദിക്കണം, സുഖിക്കണം, എവിടെ നിന്നെങ്കിലും പണമുണ്ടാക്കണം. അത് കള്ള് കച്ചവടം നടത്തിയിട്ടാകട്ടെ, മയക്കുമരുന്ന് കച്ചവടം നടത്തിയിട്ടാകട്ടെ, മോഷണം നടത്തിയിട്ടാകട്ടെ, പിടിച്ചു പറിച്ചിട്ടാകട്ടെ, പലിശ കച്ചവടം നടത്തിയിട്ടാകട്ടെ, പടച്ചവനെ ഏതെല്ലാം കള്ളത്തരങ്ങൾ ചെയ്തിട്ടാകട്ടെ, എങ്ങനെയും പണമുണ്ടാക്കണം, 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 ഈ ഒരു ചിന്തയാണ് സഹോദര. പടച്ചവനെ ഇന്നത്തെ സമുദായത്തിൽ പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസറാണ് ഈ പണത്തിനോടുള്ള ആർത്തി. അതിനുവേണ്ടി എന്ത് വൃത്തികേട് വേണമെങ്കിലും ചെയ്യുമല്ലോ. കൊലപാതകങ്ങൾ നടത്തുന്നത് പണത്തിന് വേണ്ടിയല്ലോ. പടച്ചവനെ കൊലപാതകങ്ങൾ നടത്തുന്നു, എന്തെല്ലാം മോശമായ വഴികൾ നടത്തുന്നു, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു. പടച്ചവനെ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനങ്ങൾ നടത്തുന്നു, അതാ കള്ളും കഞ്ചാവും കച്ചവടം നടത്തുന്നു. എന്തെല്ലാം മോശമായ പ്രവർത്തനങ്ങളാണ്. പണം വേണം, പണം വേണം, എങ്ങനെയും പണമുണ്ടാക്കണം, ഈ ഒരു ചിന്തയാണ് ഇന്നത്തെ യുവത്വത്തിനുള്ളത്. ഇതെവിടെ നിന്നാണ് കിട്ടിയതെന്നറിയുമോ? എടാ ചെറുപ്പക്കാരാ, മോനെ, പണമെന്ന് പറഞ്ഞാൽ ആ പണത്തിനോട് ആർത്തി വെച്ചുകൊണ്ട് നടക്കാനുള്ള കാരണമെന്താ? എല്ലാവർക്കും വേണ്ടത് പണമാണ്. ആ പണം കിട്ടുന്നതിന് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യും. കൊലപാതകം നടത്തണോ, കള്ള് കച്ചവടം നടത്തണോ, MDM കച്ചവടം നടത്തണോ, പിടിച്ചു പറിക്കണോ, ഇനി അള്ളാന്റെ പേര് പറഞ്ഞിട്ട് സത്യം ചെയ്ത് കച്ചവടം നടത്തണോ, എന്തും നമ്മൾ ചെയ്യും. നമുക്ക് പണം വേണം. ഇന്നത്തെ കുട്ടികൾക്കും വേണ്ടത് പണമാണ്, പ്രായമുള്ളവർക്കും വേണ്ടത് പണമാണ്. ആ പണത്തിനോടുള്ള ആർത്തി തീരുന്നില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ആർത്തി വരാനുള്ള കാരണം എന്താ? ഈ കൊച്ചു കുട്ടികൾക്കും പൈസ താന്നാ ചോദിക്കുന്നേ. ഉപ്പാന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നത്, ഉപ്പ എനിക്ക് പൈസ വേണം, പൈസ താ, പൈസ താ. എന്താണ് ഈ പൈസയോട് വരാനുള്ള ആർത്തി വരാനുള്ള കാരണം എന്താ?
നമ്മൾ മാതാപിതാക്കൾ തന്നെയാ. നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ മക്കളെ പിഴപ്പിച്ചത്. കാരണം സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താ? സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഇന്ന് ഉമ്മയും ഉപ്പയും മക്കളെ ഉപദേശിക്കുകയാ, നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നീ ആയിരിക്കണം 1ാം റാങ്ക് വാങ്ങേണ്ടത് മോനെ, എങ്കിലേ നല്ല ജോലി കിട്ടൂ, നല്ല ജോലി ഉണ്ടെങ്കിലേ നല്ല സാലറി കിട്ടൂ മോനെ, പണമുണ്ടെങ്കിലേ ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂ. ഇതാണ് ഉമ്മ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കൊച്ചു കുട്ടികളുടെ ഹൃദയത്തിനകത്ത് കുത്തിവെച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ വിഷം. പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് 10ാം ക്ലാസ്സുകാരൻ കഞ്ചാവ് കച്ചവടത്തിന് പിടിക്കപ്പെടുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള വഴി ഏതാണ്? എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള വഴി. അതിനുവേണ്ടി എല്ലാ വഴികളും ഇന്ന് സ്വീകരിക്കുകയാ. കാരണം വാപ്പയ്ക്കും ഉമ്മയ്ക്കും പണമാണ് വേണ്ടത്. വാപ്പയ്ക്കും ഉമ്മയ്ക്കും പണമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് എത്ര നല്ല വിവാഹ ആലോചനകൾ വന്നാലും, എത്ര നല്ല പെൺകുട്ടിയാണെങ്കിലും ഉപ്പ പറയുകയാ, ഉമ്മ പറയുകയാ, നല്ല പെൺകുട്ടിയാണ്, കാണാ സൗന്ദര്യമുണ്ട്, ചുറ്റുപാടുകൾ നല്ലതാണ്, ഈമാനുണ്ട്, പക്ഷേ പണമില്ലല്ലോ. അവിടെയും പണമാണ് നോക്കുന്നത്. എല്ലാവർക്കും പണമാണ് വേണ്ടത്. പടച്ചവനെ പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കാതെ വരുന്നത് കൊണ്ടാ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്നറിയുമോ? പണമുള്ളവനല്ല, പണമുള്ളവനല്ല. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്ന് നിനക്കറിയുമോ? പടച്ചവനെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ പലരും പറയും പടച്ചവനെ അത് അംബാനിയാണ്, അദാനിയാണ്. എങ്കിലെ ചെറുപ്പക്കാരാ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരെന്നറിയുമോ? വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. പണമുള്ളവനല്ല, കോടിക്കണക്കിന് ആസ്തിയുള്ളവനല്ല, ജാഗകളുള്ളവനല്ല, പടച്ചവനെ വാഹനമുള്ളവനല്ല. പടച്ചവനെ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരെന്നറിയുമോ? നബിതങ്ങൾ പറയുകയാ, സ്വഹാബാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്ന ഒരു മനസ്സു നിനക്കുണ്ടോ? അല്ലാഹു തന്നത് കൊണ്ട് വീടാകട്ടെ, കാറാകട്ടെ, ജാഗയാകട്ടെ, പണമാകട്ടെ, അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സു നിനക്കുണ്ടോ? നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പണമുള്ളവനല്ലടാ പണക്കാരൻ, സമ്പത്തുള്ളവനല്ല, ജാഗയുള്ളവനല്ല, കോടിക്കണക്കിന് ആസ്തിയുള്ളവനല്ല, സഞ്ചരിക്കാൻ ലക്ഷങ്ങളുടെ വാഹനമുള്ളവനല്ല, കൊട്ടാരം പോലെയുള്ള വീടുള്ളവനല്ല. പടച്ചവനെ, അവൻ കിടക്കുന്നതൊരു കുടിലിനകത്താ. അതാ മഴ പെയ്താൽ നനയാതെ കിടക്കുന്ന ഒരു ചെറിയ കുടിലിനകത്താണ് കിടക്കുന്നത്. 3 നേരം പട്ടിണിയില്ലാതെ കഴിയാനുള്ള ഭക്ഷണമുണ്ട്. അല്ലാഹു ജീവിക്കാനുള്ള സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. മതി പടച്ചവന്. അവൻ അസൂയയില്ല, അവൻ ആക്രാന്തമില്ല, അവൻ അത്യാഗ്രഹമില്ല, വാരിക്കൂട്ടണമെന്നുള്ള ചിന്തയില്ല. അല്ലാഹു എനിക്ക് ഇത്രയും തന്നല്ലോ, അൽഹംദുലില്ലാഹ് പറയാനൊരു മനസ്സുണ്ടോ ചെറുപ്പക്കാരാ? അവനാണടാ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാർ. നീ കാണുന്നവനല്ലോ. നീ പടച്ചവനെ അടുത്തവന്റെ വീട് നോക്കുകയാണ്. അയൽവാസിയുടെ വീട് കണ്ടിട്ട് പറയുന്നു, ഇതിനേക്കാളും വീട് നിനക്ക് വേണം, ഇതിനേക്കാളും വലിപ്പമുള്ള വീട് വേണം, അവന്റെ വീട്ടിൽ കിടക്കുന്നതിനേക്കാൾ വലിയ കാറ് നിനക്ക് വേണം. പടച്ചവനെ, അവന്റെ കടയിലെ കച്ചവടത്തിനേക്കാൾ നിന്റെ കടയിൽ കച്ചവടം വേണം. നിനക്ക് ആർത്തിയാണ്, നിനക്ക് അത്യാഗ്രഹമാണ്. എങ്കിലും ചെറുപ്പക്കാരാ, കടത്തിണ്ടെങ്കിൽ കിടക്കുന്നവരെ നോക്കടാമോര്. ഈ റോഡിൽ കുടികിടക്കുന്നവരെ കണ്ടിട്ടില്ല? അന്യ സംസ്ഥാനക്കാരായ തൊഴിലാളികൾ റോഡിന്റെ സൈഡിൽ പൈപ്പിടുന്നത് കണ്ടിട്ടുണ്ടോ? അവർക്ക് ആർത്തിയില്ലടോ, അവർക്ക് അത്യാഗ്രഹമില്ലടോ, അവർക്ക് ആരോടും അസൂയയില്ലടോ. വൈകുന്നേര സമയമാകുമ്പോ ഭാര്യയും ഭർത്താവും കിടന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ റോഡ് സൈഡിൽ കിടന്ന് കുടിയെടുക്കുകയാണ്. വൈകിട്ട് കിട്ടുന്നത് തുച്ഛമായ ശമ്പളമാണ്.
അവർക്ക് പരാതിയില്ലടോ. എവിടെയെങ്കിലും പോയി കുളിച്ച് റെഡിയാവുകയാണ്, കാണുന്ന കടയിൽ കയറി ഭക്ഷണം കഴിക്കുകയാണ്. എന്നിട്ട് ഭാര്യയും ഭർത്താവും പടച്ചവനെ പ്രണയ ജോഡികളെ പോലെ കൈപിടിച്ച് നടക്കുകയാ. കൊട്ടാരം കാണുമ്പോ ഇതുപോലെ ഒരെണ്ണം എനിക്ക് തരണേ എന്നവർ ആഗ്രഹിക്കാറില്ല. അവർക്കൊരാക്രാന്തവുമില്ല, ഒരത്യാഗ്രഹവുമില്ല. എടോ, ഇതാ പറയുന്നത്, അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ഇത് ഇല്ലാതെ പോകാനുള്ള കാരണം ഉമ്മമാരിത് പറഞ്ഞു കൊടുക്കാറില്ല, വാപ്പമാരിത് പറഞ്ഞു കൊടുക്കാറില്ല. എന്താണോ മക്കൾക്ക് വേണ്ടത് ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കുകയാണ്. എന്തെല്ലാം കഷ്ടപ്പാട് നടത്തിയിട്ടാണെങ്കിലും മക്കൾക്ക് വേണ്ടത് മുഴുവനും വാങ്ങിക്കൊടുത്തിട്ട് അവരെ വഴിപിടപ്പിക്കുന്നവരാ അധികം മാതാപിതാക്കളും. എങ്കിലും ഉപദേശിക്കുവാപ്പാ, നിന്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് നിന്റെ ജോലി എന്താണെന്ന് പറഞ്ഞു കൊടുക്കൂ, നിന്റെ വരുമാനം എന്താണെന്ന് പറഞ്ഞു കൊടുക്കൂ, നീ എങ്ങനെയാണ് കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കൊടുക്കൂ. അങ്ങനെ നിന്റെ മക്കൾക്ക് ഉപദേശം കൊടുത്താൽ, അങ്ങനെ നമ്മുടെ മക്കളെ വിളിച്ചു ഒരിക്കലെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടോ എങ്കിൽ എന്റെ ഉപ്പമാരോട് പറയണം, ഉപദേശിക്കണം ബാപ്പാ. ആരെ പോലെ എന്നറിയുവോ? മക്കളെ ഉപദേശിച്ച ഒരു വാപ്പയെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. മഹാനായ അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പഠിച്ചവരാണല്ലോ. നബി തങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് അബൂദർ റളിയല്ലാഹു തആല അൻഹു. നാട് കടത്തുകയാണ്. മരുഭൂമിയിൽ ചെന്നിട്ട് ചെറിയ ഒരു കൂടാരം പണിയുകയാണ്. അതിനകത്താണ് അബൂദർ തങ്ങളും തന്റെ കുടുംബവും കഴിഞ്ഞിരുന്നത്. സുബ്ഹാനല്ലാഹ്. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണമെടുക്കുകയാ. അബൂദർ തങ്ങളുടെ മരണമെടുത്തു. പടച്ചവനെ, മരണമെടുത്തെന്ന് മനസ്സിലാക്കിയപ്പോ അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയെ വിളിക്കുകയാണ്, തന്റെ പെൺമക്കളെ വിളിക്കുകയാണ്. ആൺമക്കളല്ലടോ, 3 പെൺമക്കളാണ് അബൂദർ തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. തന്റെ 3 പെൺമക്കളെ വിളിച്ചിട്ട് അബൂദർ തങ്ങളുടെ മക്കളോട് യാത്ര പറയുകയാ. എന്നിട്ട് അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു മക്കളോട് പറഞ്ഞു കൊടുത്തു, മക്കളെ, വാപ്പ ഒരു പാവപ്പെട്ടവനാണ്. നിങ്ങൾക്ക് വേണ്ടി ഒന്നും ഞാൻ കരുതി വെച്ചിട്ടില്ല, ഞാനൊന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ല. എന്റെ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവനും ഞാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചിലവഴിച്ചു, എല്ലാ പാവങ്ങൾക്ക് കൊടുത്തു, ഒന്നും ഞാൻ കരുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ മക്കൾ എന്നെ വെറുക്കരുത്, എന്നോട് ദേഷ്യം കാണിക്കരുത്. ഞാൻ വളരെ പ്രയാസകരമായ ഒരവസ്ഥയിലാണുള്ളത്. അബൂദർ തങ്ങൾ തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, അവിടെന്ന് ഉപദേശിച്ചു കൊടുക്കുകയാ, അവിടെന്ന് ഉപദേശിച്ചു കൊടുക്കുകയാ. അബൂദർ തങ്ങൾ പറയുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാ എന്നെ കഫം പുതിയ ചിലപ്പോൾ തുണിയുണ്ടാകണമെന്നില്ല. അബൂദർ തങ്ങൾ പറയുകയാണ്, തന്റെ പെൺമക്കളോട് ഒരു വാപ്പ പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ പാവപ്പെട്ടവനാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞ എന്റെ മക്കൾ എന്ത് ചെയ്യണമെന്നറിയുമോ? അല്ലാഹു നിങ്ങളെ കൈവിടൂല, അല്ലാഹു നിങ്ങളെ കൈവിടൂല. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളതാ പടച്ചവനെ എന്റെ ജനാസ എന്ത് ചെയ്യണമെന്നറിയുമോ? അതാ ജനങ്ങളെ നടന്നു വരുന്ന വഴിയോരത്ത് കൊണ്ടുപോയി എന്റെ ജനാസ വെക്കണം. ഉംറ കഴിഞ്ഞ് ജനങ്ങൾ വരും, ഉംറ കഴിഞ്ഞ് ജനങ്ങൾ വരും. ആ വരുന്നവരോട് പറയണം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാ, പ്രവാചകന്റെ സ്വഹാബിയാ, പാവപ്പെട്ട സ്വഹാബിയാ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ തുണി കൊണ്ട് എന്റെ ജനാസ പൊതിഞ്ഞിട്ട് കബറടക്കാൻ പറഞ്ഞാ മതി മക്കള്. നിങ്ങൾ ഉപ്പാടെ കാര്യമോർത്തിട്ട് സങ്കടപ്പെടണ്ട. അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളോട് വസിയത്ത് ചെയ്യുകയാണ്. അവിടുന്ന് യാത്ര പറയുകയാണ്, ലോകത്തോട് വിട പറയുകയാണ്. ആ പെൺമക്കള് വാപ്പ പറഞ്ഞതുപോലെ ഉപ്പാടെ ജനാസ എടുത്തുകൊണ്ട് പോയി വെക്കുകയാണ്. എന്നിട്ട് പെൺകുട്ടികളെ നോക്കി നിൽക്കുമ്പോ 30ഓളം വരുന്ന ഒരു സംഘം വരികയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഉംറ ചെയ്തിട്ട് 30ഓളം വരുന്ന ഒരു സംഘം ഇങ്ങനെ വരികയാണ്. വാപ്പ പറഞ്ഞതുപോലെ ഉംറ കഴിഞ്ഞൊരു സംഘം വരികയാണ്. മക്കള് മാറി നിന്നോ. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാ, ഞങ്ങളുടെ
നിങ്ങളെ വാപ്പാര് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞിട്ട് കബറടക്കണേ. അവിടുന്ന് വിളിച്ചു പറയുമ്പോ ആ 30ഓളം വരുന്ന സംഘത്തിന്റെ അമീർ ആരായിരുന്നെന്നറിയുമോ? മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് ചിന്തിച്ചു, അല്ലാഹ് ഇത്രയും പാപപ്പെട്ട സ്വഹാബി ആരാ അല്ലാഹ്, ഇത്രയും പാപപ്പെട്ട സ്വഹാബി ആരാ അല്ലാഹ്. മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങൾ ചെന്ന് നോക്കുമ്പോ മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങ് ഉയർത്തുമ്പോ ആരാണ് കിടക്കുന്നതെന്നറിയുമോ? മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. അപ്പോഴാണ് സൽമാൻ തങ്ങൾ വിളിച്ചു പറഞ്ഞത്, സദഖ റസൂലുള്ളാഹ്, എന്റെ നബി തങ്ങൾ പറഞ്ഞത് സത്യമാണ്, ഈ അബൂദറിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്ന് സൽമാൻ തങ്ങൾ പോലും അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. ഇഹ്റാമിന്റെ വസ്ത്രത്തിലെ ജനാസ പൊതിഞ്ഞ് കബറടക്കിയെന്ന് ചരിത്രം പറയുമ്പോ പാപ്പാ നീ പറഞ്ഞു കൊടുക്കണം, നിനക്കൊരു ദിവസം കിട്ടുന്ന ശമ്പളം എത്രയാണെന്ന് നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കണ്. എങ്ങനെയാണ് നിന്റെ മക്കളെ കഷ്ടപ്പെട്ടു വളർത്തുന്നതെന്ന് പറഞ്ഞു കൊടുക്കണ്. ആ പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം അല്ലാഹ് ആരാണെന്ന് കൂടെ നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂ. അപ്പോഴല്ലാതെ പണത്തിനോടുള്ള ആർത്തിയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, സമ്പത്തിനോടുള്ള അത്യാഗ്രഹമല്ല പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ്, ആദമിന്റെ മക്കൾക്ക് പ്രായമാകുമ്പോ അവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം അവർക്ക് പണത്തിനോട് വല്ലാത്ത ആർത്തിയാ, സമ്പത്തിനോട് വല്ലാത്ത ആർത്തിയാ. ചെറുപ്പക്കാര് പറയുന്ന, ഉസ്താദേ വാപ്പയ്ക്ക് പ്രായമായി എന്നിട്ടും ഒന്നും തരുന്നില്ല ഉസ്താദ്, ഉപ്പാടെ കയ്യിൽ ഒരുപാട് കാശുണ്ട് ഉസ്താദ്, വാപ്പ ഒന്നും ഞങ്ങൾക്ക് തരാറില്ല. മുഴുവനും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്, മുഴുവനും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇത് നബി തങ്ങൾ പറഞ്ഞതാണ്. പ്രായമാകുമ്പോൾ എന്റെ ഉമ്മത്തിന് സമ്പത്തിനോടുള്ള ആർത്തി വല്ലാതെ കൂടുകയാ. 2, അതാ ജീവിക്കാനുള്ള ആഗ്രഹം കൂടുകയാണ്. 100 വയസ്സുള്ള മനുഷ്യനും പടച്ചവനെ ഇനി ഒരുപാട് കാലം ജീവിക്കണമെന്ന ആഗ്രഹം, മരിക്കാൻ പേടിയാടോ? പ്രായമാകും തോറും എനിക്ക് ഒരുപാട് കാലം ജീവിക്കണം, ഒരുപാട് വയസ്സെനിക്ക് ജീവിക്കണം, മരിക്കാനുള്ള ചിന്തയില്ല, മരിക്കാനുള്ള ആഗ്രഹമില്ല. മരിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മ പോലും ഇന്നത്തെ പ്രായമുള്ളവർക്കില്ലടോ. അവരുടെ ആഗ്രഹം ഇനിയും ഒരുപാട് കൊല്ലം ജീവിക്കണമെന്നാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, അവരുടെ ആഗ്രഹം ഖബറിലെ മണ്ണുകൊണ്ടല്ലാതെ തീരൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ്, ഒരുപാട് മോഹമുള്ളവരാണ്, നമുക്ക് ജീവിക്കാൻ വല്ലാത്ത കൊതിയാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുന്നവരുടെ ആഗ്രഹങ്ങളെ കുറിച്ചല്ലേ നമുക്കറിയൂ. എവിടെ പോയാലും ജീവിച്ചിരിക്കുന്നവരുടെ ആഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എങ്കിൽ അല്ലാഹ് ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമല്ലടോ, ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമല്ലടോ. ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് പറയാതെ ഒരു ദിവസം നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമല്ലോ. അത് വഅദ് പറയുമ്പോഴാണോ, വഅദ് കേൾക്കുമ്പോഴാണോ, വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴാണോ, വീടിനകത്ത് കടന്നുറങ്ങുമ്പോഴാണോ, പള്ളിക്കകത്ത് നിസ്കരിക്കുമ്പോഴാണോ, ഹോസ്പിറ്റലിനകത്താണോ, ഐസിയുവിനകത്താണോ, എപ്പോഴെവിടെ വെച്ചാണ് അസ്റായീൽ കടന്നു വരുന്നതെന്നറിയില്ല. അത് അല്ലാഹുവിന് മാത്രം അറിയുന്ന രഹസ്യമാണ്. എടോ, അല്ലാഹുവിന് മാത്രം അറിയുന്ന 5 രഹസ്യമുണ്ട്. ഒന്നാമത്തെ രഹസ്യം, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസാ. ഈ പ്രപഞ്ചം ഒരു ദിവസം നമ്മുടെ തലയുടെ മുകളിലേക്ക് ഇടിഞ്ഞു വീഴുമടോ. ആകാശം നമ്മുടെ തലയിലേക്ക് വീഴുമല്ലോ, തീമഴ പെയ്യുമല്ലോ. പടച്ചവനെ, ഭൂമിയിലുള്ളത് മുഴുവനും പടച്ചവനെ ഇങ്ങനെ നശിച്ച് നശിച്ച് അതാ തകർന്ന് തരിപ്പണമാകുന്ന ഒരു ദിവസമുണ്ടല്ലോ മോനെ. എന്നാണെന്നറിയുമോ? വെള്ളിയാഴ്ചയാണെന്നല്ലേ പറയാൻ പറ്റൂ, അടയാളം പറയാനല്ലേ നമുക്ക് പറ്റൂ. അത് 2025-ലാണോ 6-ലാണോ, അതാ 30-ലാണോ
50-ലാണോ? എപ്പോഴാണ് ലോകം അവസാനിക്കുന്നത്? ഏതു മാസത്തിലാണ്? ഏത് ആഴ്ചയിലെ വെള്ളിയാഴ്ചയാണ് ഈ ലോകം തകരുന്നതെന്ന് പറയാ അല്ലാഹുവിനല്ലാതെ ഒരു മഖ്ലൂക്കിനും കഴിയില്ലെന്ന് വിശുദ്ധ ഖുർആൻ. 2 ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ. എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് പറയാൻ, ഇപ്പൊ മഴ പെയ്യുമെന്ന് പറയാൻ ആരെ കൊണ്ടാടോ പ്രപഞ്ചത്തിൽ ആരെ കൊണ്ടാ കഴിയുക? പെയ്യാൻ സാധ്യതയുണ്ടെന്നേ പറയാൻ കഴിയൂ. മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നേ പറയാൻ കഴിയൂ. ഇന്ന സമയത്ത് മഴ പെയ്യുമെന്ന് പറയാ അല്ലാഹുവിനല്ലാതെ ഒരു മഖ്ലൂക്കിനും കഴിയില്ല. വമാ അല്ലാഹു പറയുകയാ വയഅലമു മാ ഫിൽ അർഹാം. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞ് അത് ആണാണോ പെണ്ണാണോ, കൈയുണ്ടോ കാലുണ്ടോ കണ്ണുണ്ടോ? ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു തരാൻ മാസങ്ങൾ കഴിഞ്ഞ് സ്കാൻ ചെയ്താലല്ലേ പറയാൻ പറ്റൂ. അല്ലാതെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് അതിനു മുമ്പ് പറഞ്ഞു തരാൻ ആരെ കൊണ്ടാ കഴിയുക? എന്നിട്ട് അല്ലാഹു പറയുകയാ വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. പറയുന്ന സിറാജിന്റെ ഭാവി പറയാ നാളെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ആർക്കാടോ കഴിയുക? അല്ലാഹുവിനല്ലേ കഴിയൂ. എന്നിട്ട് അല്ലാഹു പറയുകയാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഒരു മനുഷ്യന്റെ മരണം പറയാൻ, ഒരു മനുഷ്യൻ എപ്പോഴാണ് മരിക്കുന്നത്, എവിടെ വെച്ചാണ് മരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ പറയാൻ അല്ലാഹുവിനല്ലേ കഴിയൂ. എന്നാൽ അല്ലാഹു ഇഷ്ടപ്പെട്ട ചില ആൾക്കാരുണ്ട്. അവർ അല്ലാഹുവിലേക്ക് അടുത്ത് കഴിയുമ്പോൾ, അവർ അല്ലാഹുവിലേക്ക് സാമീപ്യം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അല്ലാഹു അവർക്ക് അടയാളം കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരാളാണ് ബഹുമാനായ ജബ്ബാർ ഉസ്താദിനെ മറക്കാൻ പറ്റുമോ? ഇതുപോലെയുള്ള അല്ലാഹുവിലേക്ക് അടുത്ത ഒരുപാട് ആരിഫീങ്ങള്, സമസ്തയുടെ പണ്ഡിതന്മാര്, അല്ലാഹുവേ തഖ്വയിൽ ജീവിച്ചിരുന്നവര്, ഇഖ്ലാസിന്റെ പുറത്ത് ജീവിച്ചിരുന്നവര്, അല്ലാഹു അവർക്ക് മരണത്തിന് മുമ്പേ അടയാളങ്ങൾ കാണിച്ചു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവര്, അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ അല്ലാഹുവേ ജബ്ബാർ ഉസ്താദിന്റെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. അവിടുത്തെ ബർസഖിയായ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവര്, ഈ വഅദ് പറയുന്ന ഞാൻ എപ്പ എവിടെ കിടന്ന് എങ്ങനെ മരിക്കുമെന്ന് പറയാൻ ആർക്കാടോ കഴിയുക? എപ്പ വേണമെങ്കിലും അസ്റായിൽ വരുമല്ലോ, ഏത് സമയത്ത് വേണമെങ്കിലും കടന്നു വരുമല്ലോ. അല്ലാഹുവേ, നമ്മുടെ മുമ്പിലേക്ക് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് സ്വപ്നങ്ങളെ മുഴുവനും തകർത്തുകൊണ്ട്, മോഹങ്ങളെ മുഴുവനും തകർത്തുകൊണ്ട്, എല്ലാ കഥാ നിന്റെ സന്തോഷങ്ങളെ മുഴുവനും കെടുത്തിക്കൊണ്ട് ആ മരണം നിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവേ, ആ സമയത്ത് ഇന്ന് ഈ വഅദ് പറയുന്ന മജ്ലിസിന്റെ ചുറ്റുഭാഗം മുഴുവനും അല്ലാഹുവിന്റെ മലക്കുകൾ വലയം ചെയ്തിരിക്കുകയാ. കാണാൻ പറ്റുന്നില്ലല്ലോ, അവര് ദുആ ചെയ്യുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യരും ആ മലക്കുകൾ ദുആ ചെയ്യുകയാണ്. എന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല, നമ്മുടെ കണ്ണിന് കാഴ്ചയില്ല, നമ്മുടെ കണ്ണിന് കാഴ്ചയില്ല. എന്നാ കാണുന്ന ഒരു സമയമുണ്ടോ, ആകാശ ലോകത്ത് നിന്ന് 70 മുതൽ 70,000-ഓളം വരുന്ന മലക്കുകള് എന്റെയും നിന്റെയും റൂഹ് പിടിക്കുന്നതിന് വേണ്ടി ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ടല്ലോ. ഫകസഫിനാ അൻക ഗിതാക ഫബസറുക അൽയൗമ ഹദീദ്. അല്ലാഹ് അന്ന് നമ്മുടെ കണ്ണ് തുറക്കുകയാ. അന്ന് നമ്മുടെ കണ്ണ് തുറക്കുകയാ. പടച്ചവനെ കാണുമടോ, പടച്ചവനെ കാണുമടോ. എല്ലാവരും കാണുകയാണ്. ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരുന്നത്, കണ്ണിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്നത് ഞാനും നിങ്ങളും കാണുമല്ലോ. പടച്ചവരെ, അവര് നമ്മുടെ റൂഹ് പിടിക്കുകയാണ്, അവര് നമ്മുടെ റൂഹ് പിടിക്കുകയാണ്. കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിച്ചു, അവസാനം തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചൂരി മലക്കങ്ങൾ
പുറത്തേക്കങ്ങ് യാത്രയാകുകയാ. പിന്നെ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു, നാട്ടുകാര് കടന്നു വന്നു. നല്ലതുപോലെ പടച്ചവനെ വീട്ടിൽ കസേര നിരത്തുകയാണ്, ടാർപ്പ് കെട്ടുകയാണ്. വീട് മുഴുവനും ജനങ്ങൾ കടന്നു വരികയാണ്. എല്ലാവരും ഒരുമിച്ചുകൂടി, മയ്യത്ത് കുളിപ്പിച്ചു. അല്ലാഹുവേ, അവിടുന്ന് കഫം പൊതിഞ്ഞു. പള്ളിയിലേക്ക് നിന്റെ ജനാസ കൊണ്ടുപോകുമല്ലോ സഹോദരാ. ആ മരണത്തോടുകൂടി നിന്റെ ആഗ്രഹങ്ങൾ മുഴുവനും തീർന്നല്ലോ, നിന്റെ സ്വപ്നങ്ങൾ മുഴുവനും തീർന്നല്ലോ, എല്ലാം ബാക്കിയായല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല ആഗ്രഹമുള്ളത്, ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല മോഹമുള്ളത്. നമ്മളെപ്പോലെ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മയ്യത്തുകൾക്കും ആഗ്രഹങ്ങളുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജീവിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ആഗ്രഹങ്ങൾ ഉള്ളതുപോലെ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മയ്യത്തിനും പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യനും ആഗ്രഹങ്ങളുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്തിട്ട് ചികിത്സിക്കുകയാണ്. ഈ പരിശുദ്ധമായ മജ്‌ലിസിലേക്ക് കടന്നു വന്ന് എന്റെ പ്രിയപ്പെട്ടവരോട്, മരിച്ച ഒരാൾ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിന്റെ മോഹം എന്തെന്നറിയുമോ? ഒരു ജനാസയുടെ ആഗ്രഹം എന്തെന്നറിയുമോ? അവരിഷ്ടപ്പെടുന്ന കാര്യം എന്തെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ പറയുന്നവരെ പോലെ ഞാനും നിങ്ങളും പെടാൻ പരിശ്രമിക്കുക ചെറുപ്പക്കാരാ. ഒരു മരിച്ച മയ്യത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? പടച്ചവനെ, നമ്മളെല്ലാവരും മരണ വീട്ടിലേക്ക് കടന്നു ചെല്ലുമല്ലോ. അതാ എല്ലാവരും വീട്ടിലേക്ക് കടന്നു ചെന്നു. ജനാസ കുളിപ്പിക്കുകയാണ്. അതാ വസ്ത്രങ്ങൾ അടിച്ചു മാറ്റുകയാണ്. നഖത്തിനടിയിൽ അഴുക്കുകൾ എടുത്ത് കളയുകയാണ്. അതാ വയറിന്റെ ഉള്ളിലുള്ള നജസ്സുകൾ മുഴുവനും ഒഴിവാക്കുകയാണ്. നല്ലതുപോലെ സുഗന്ധമിട്ട വെള്ളം കൊണ്ട് കുളിപ്പിക്കുകയാ. നല്ലതുപോലെ ഒതുപെടുപ്പിക്കുകയാണ്. ആ മനുഷ്യന്റെ ജനാസ തുടച്ചു വൃത്തിയാക്കുകയാണ്. എന്നിട്ട് പടച്ചവനെ, ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത വെള്ളത്തുണിയുണ്ടല്ലോ, ആ കഫൻ തുണിക്കകത്ത് ആ മനുഷ്യന്റെ ജനാസ പൊതിയുകയാ. മയ്യത്ത് പൊതിഞ്ഞു കഴിഞ്ഞാൽ റൂമിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് പറയുകയാണ്, വീട് മുഴുവനും ജനസാഗരമാണ്, എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് വീടിന്റെ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് പറയുന്നു, എല്ലാവരും ഒന്ന് മാറി നിൽക്കൂ, എല്ലാവരും ഒന്ന് മാറി നിൽക്കൂ. അതാ എല്ലാവരും മാറി നിൽക്കുകയാണ്. ജനാസ എടുത്തുകൊണ്ട് വരികയാണ്. കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരുന്ന സൂക്ഷ്മതയോടെ ആ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ജനാസ എടുത്തുകൊണ്ട് വന്ന് വീടിനകത്ത് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം വെള്ളത്തുണിയുടെ മുകളിൽ ആ ജനാസ കൊണ്ടുവന്ന് മലർത്തിക്കിടത്തുകയാ. സുബ്ഹാനല്ലാഹ്, നിന്റെ വീടിനകത്ത് ഇതുപോലെ ഒരിക്കൽ പോലും ജനം കൂടിയിട്ടില്ല. കുടുംബക്കാരും കൂട്ടുകാരും നാട്ടുകാരും അയൽവാസികളും കമ്മറ്റിക്കാരും ഹാജിയാക്കന്മാര് ഹാഫിളീങ്ങള് ആലിമീങ്ങള് പള്ളിയിലെ ഖതീബന്മാര് എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. 3 കഷ്ടം വെള്ളത്തുണികളുടെ മുകളിൽ നീ മലർന്നു കിടക്കുകയാണ്. ആ സമയത്താണ് ആരോ ചോദിക്കുന്നു, പഞ്ഞി എവിടെ? ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ? എന്തിനാണ് പഞ്ഞി ചോദിക്കുന്നതെന്നറിയുമോ? മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അതാ പഞ്ഞിയെടുക്കുകയാണ്, മൂക്കിന്റെ ദ്വാരത്ത് പഞ്ഞി വെക്കുകയാണ്. കാണേണ്ടവരൊക്കെ കണ്ടോ, കാണേണ്ടവരൊക്കെ കണ്ടോ, എല്ലാവരും നിന്നെ കാണാ തിരക്ക് കൂട്ടുകയാണ്. അങ്ങനെ വീടിനകത്ത് വല്ലാത്ത തിരക്ക് വന്നപ്പോ
ആരോ വിളിച്ചു പറയുന്ന കണ്ടതൊക്കെ മതി പുതിയാര്. സുബ്ഹാനല്ലാഹ്, നിന്റെ ജനാസ പൊതിയുകയാ, നിന്റെ ജനാസ പൊതിയുകയാ. പടച്ചവരെ, പള്ളിയിൽ നിന്ന് കൊണ്ടുപോകാനുള്ള വാഹനം നിന്റെ വീടിന്റെ മുറ്റത്ത് വന്നോ. പടച്ചവനെ, മോഡലില്ലടോ. പള്ളിയിൽ നിന്ന് നിന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന വാഹനമുണ്ടല്ലോ, അതിന് ഡ്രൈവർ വേണ്ട. അത് ഏത് വീട്ടിലും കേറുമല്ലോ. അത് ഓടിക്കാൻ ഡ്രൈവറിന്റെ ആവശ്യമില്ലല്ലോ. അതിന് മോഡലില്ലല്ലോ. എത്ര കാലം കഴിഞ്ഞാലും ഒരേ ഒരു മോഡലേ ഉള്ളൂ, ഒരേ ഒരു മോഡലേ ഉള്ളൂ. ആ മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന വാഹനം നിന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവച്ചു. അതാ എടുക്കുകയാണ്, നിന്റെ ജനാസ എടുക്കുകയാണ്, ആ മയ്യത്ത് കട്ടിലിലേക്ക് എടുത്തു വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം അപ്പോഴാ. ആ മയ്യത്ത് കട്ടിൽ ചുമലിലേക്ക് ഏറ്റുമ്പോ കരയാത്തവനും കരയുമടോ. അതാ പെണ്ണുങ്ങളുടെ നിലവിളി കേൾക്കുകയാണ്, മക്കളുടെ നിലവിളി കേൾക്കുകയാണ്. അന്നത്തെ നിലവിളിക്ക് ഒരു കാര്യവുമില്ലടോ, ഒരു പരിഗണനയുമില്ലടോ. എല്ലാവരും നിലവിളിക്കുകയാ. എവിടെന്ന് കൊണ്ടിറങ്ങുമ്പോൾ മരണ വീട്ടില് വല്ലാത്ത നിലവിളിയാണ്, മരണ വീട്ടില് വല്ലാത്ത നിലവിളിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും നിലവിളിക്കുമ്പോ ആ ജനാസ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാൻ ഇറങ്ങുമ്പോൾ പടച്ചവനെ, ആ മയ്യത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹം അപ്പോഴാ. ആ ജനാസയുടെ ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയുവോ? നബി തങ്ങൾ പറയുന്നു, സ്വഹാബാ, ആ മയ്യത്ത് കട്ടിലിൽ എടുത്തു വെച്ചിട്ട് ജനാസ കൊണ്ടുപോകുമ്പോ ഇദാ വുദിഅത്തിൽ ജനാസ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ മയ്യത്ത് കട്ടിലിലേക്ക് ജനാസ എടുത്തു വെച്ച് കഴിയുമ്പോ മയ്യത്ത് വിളിച്ചു പറയുകയാ, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ നിങ്ങൾ പെട്ടെന്നൊന്ന് കൊണ്ടുപോകണേ, എന്നെ നിങ്ങൾ പെട്ടെന്നൊന്ന് കൊണ്ടുപോകണേ. മരിച്ചുപോയ മനുഷ്യന്റെ ഒന്നാമത്തെ ആഗ്രഹമാണ്. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ വിളിച്ചു പറയുകയാ, എന്നെ ഇവിടെ വെക്കല്ലേ, എന്നെ ഇവിടെ വെക്കല്ലേ, എത്രയും പെട്ടെന്ന് എന്നെ നിങ്ങൾ കൊണ്ടുപോയൊന്ന് കബറടക്കണേ, എന്നെ പെട്ടെന്ന് കൊണ്ടുപോയൊന്ന് കബറടക്കണേ. ആ ജനാസ വിളിച്ചു പറയുകയാണ്, ആ ജനാസ വിളിച്ചു പറയുകയാണ്, പടച്ചവനെ, അതാ മനുഷ്യനല്ലാതെ എല്ലാ വസ്തുക്കളും അത് കേൾക്കുമെന്നാണ്. ആ മനുഷ്യൻ പറയുകയാ, എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്നെ കൊണ്ടുപോയൊന്ന് കബറടക്കണോ. ആ മനുഷ്യന് കബറിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടാവുകയാ. എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മക്കളോട്, പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. അതാ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ. നിങ്ങൾ തന്നെ പറയാറുണ്ട്, ഉസ്താദേ, എന്റെ വാപ്പയ്ക്ക് അല്ലാഹു നല്ല മരണം കൊടുത്തു, എന്റെ ഉമ്മയ്ക്ക് അല്ലാഹു നല്ല മരണം കൊടുത്തു. അതാ നല്ല മരണം കൊടുത്തു എന്ന് പറഞ്ഞാ പോരാ. പടച്ചവനെ, മാതാപിതാക്കളോട് ചെയ്യുന്ന, മരിച്ചുപോയ മയ്യത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത എന്തെന്നറിയുമോ? ഏറ്റവും വലിയ ക്രൂരത എന്തെന്നറിയുമോ? ജനാസ കബറടക്കൂല, ജനാസ കബറടക്കൂല. മയ്യത്ത് വീടിനകത്ത് വെച്ചിരിക്കുകയാണ്. പറയുകയാ, ഗൾഫിൽ കിടക്കുന്നവൻ വരട്ടെ, ബാംഗ്ലൂരിൽ കിടക്കുന്നവൻ വരട്ടെ, അല്ലാഹുവേ, അന്യരാജ്യങ്ങളിൽ കിടക്കുന്ന മക്കൾ വരട്ടെ, അതുവരെ മാതാപിതാക്കൾ ഇവിടെ ഐസിനകത്ത് കിടക്കട്ടെ. അങ്ങനെ കിടത്തുന്ന ഒരുപാട് പേരുണ്ടോ. നിന്റെ വാപ്പ നിന്നെ ശപിക്കുമടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തിനോട് പറയുകയാ, നീ വിചാരിക്കുന്നത് നിന്റെ ഉപ്പാന് വലിയ സന്തോഷമുണ്ടാകുമെന്നാ. മരിച്ചു കഴിഞ്ഞാൽ മക്കൾ വിളിച്ചു പറയും, അവിടെ തന്നെ വെച്ചേക്കാൻ, ഞാൻ വന്നിട്ട് കബറടക്കിയാ മതി. നേരത്തോട് നേരം കഴിഞ്ഞു, വിടൂല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത്, പടച്ചവനെ, ഉപ്പാന് നമ്മളോട് വലിയ സന്തോഷമുണ്ടാകും, ഉമ്മായിക്ക് വലിയ സന്തോഷമുണ്ടാകും. ഇല്ലടാ ചങ്ങാതി, നിന്നെ ശപിക്കും നിന്റെ വാപ്പ, നിന്റെ ഉമ്മ നിന്നെ ശപിക്കും. കാരണം നീ സ്വർഗത്തിൽ പോകുന്നതിനെയാ തടഞ്ഞു വെച്ചിരിക്കുന്നേ. അള്ളാഹു നല്ല മരണം കൊടുത്തിട്ട് സ്വർഗത്തിൽ പോകേണ്ട ഉപ്പാനെ ഉമ്മാനെ നീ വീടിനകത്ത് തടഞ്ഞു വെച്ചിരിക്കാൻ നിനക്ക് വേണ്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ ജനാസകൾ മണിക്കൂറുകൾ
നേരത്തോടെ നേരം വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ നല്ല മയ്യത്തുകൾ പറയുകയാ, ഞങ്ങളെ എത്രയും പെട്ടെന്നൊന്ന് കൊണ്ടുപോയി കബറടക്ക്, എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകൂ. എന്തിനാണ് അങ്ങനെ പറയുന്നതെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബറാണടോ പരലോക ജീവിതത്തിന്റെ തുടക്കം ഖബറാണ്. ആ ഖബറിനകത്ത് ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുമല്ലോ. അവിടെ ആരെങ്കിലും ഒരു മനുഷ്യന് പരാജയപ്പെട്ടാ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും അവന് പരാജയപ്പെടുമല്ലോ. പഠിച്ചവനെ ആ ഖബറിലേക്ക് കൊണ്ടുപോകാൻ പെട്ടെന്ന് ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകൂ. ഞങ്ങള് സ്വർഗം കണ്ടിട്ടാണ് മരിച്ചത്, ഞങ്ങളെ ശഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് മരിച്ചത്. അല്ലാഹുവിന്റെ മലക്കുകൾ ഞങ്ങൾ മരിക്കാൻ കിടക്കുമ്പോ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽ ജന്നാ. അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. അവര് സലാം പറയുകയാണ്, അവര് സലാം പറയുകയാണ്, അവര് സമാധാനിപ്പിക്കുകയാണ്. അല്ലാ തഖാഫു, നീ ഭയപ്പെടല്ല്. എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? എന്തിനാ സങ്കടപ്പെടുന്നത്? നീ കരയല്ലേ. അല്ലാഹുവിന്റെ മലക്കുകൾ അവരെ സമാധാനിപ്പിക്കുകയാ. എന്നിട്ട് മലക്കുകൾ അവിടുന്ന് ശഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാണ്. മരണവേദന സഹിക്കാൻ കഴിയാതെ അവര് കിടന്ന് പിടഞ്ഞപ്പോ മലക്കുകളെ കാണിച്ചു കൊടുക്കുകയാ. കാണണോ നീ നന്മ ചെയ്തയുടെ പ്രതിഫലം, നീ ചെയ്ത നന്മയുടെ പ്രതിഫലം നിനക്ക് കാണണോ? വഅബ്ശിറൂ ബിൽ ജന്നാ. അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ സ്വർഗം കാണിച്ചു കൊടുക്കുകയാ. ഇത് കണ്ടിട്ടാടോ മരിച്ചത്, ഈ സ്വർഗം കണ്ടിട്ടാണ് മരിച്ചത്. ആ വാപ്പാനെയാണ് കബറിനകത്ത് കൊണ്ട് കബറടക്കാതെ വീടിനകത്ത് വെച്ചിരിക്കുന്നത്. ശപിക്കുകയില്ലേ, അവര് സങ്കടപ്പെടൂലേ, അവരുടെ കണ്ണുനീര് വീഴൂലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ജനാസ സന്തോഷിക്കുകയാണ്. എന്നെ പെട്ടെന്ന് കൊണ്ടുപോകൂ, എന്നെ പെട്ടെന്ന് കൊണ്ടുപോകൂ. കബറിലേക്ക് അവരുടെ ജനാസ കൊണ്ടുവെക്കുകയാണ്. അല്ലാഹുവേ, ഇത് നല്ലവരുടെ അടയാളമാ, ഇത് നല്ലവര് പറയുന്ന കാര്യമാ. എങ്കിലും പടച്ചറപ്പിനെ മറന്നുകൊണ്ട് നടക്കുന്ന ധിക്കാരികൾ, അഹങ്കാരികൾ, നന്ദി കെട്ടവർ, അവര് പറയുന്നത് എന്തെന്നറിയുമോ? എന്നെ എവിടെ കൊണ്ടുപോകുകയാ, എന്നെ എവിടെ കൊണ്ടുപോവുകയാ? എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ കൊണ്ടുപോകല്ലേ എന്ന് മോശമായ ജനാസ വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ചെറുപ്പക്കാരാ, പള്ളിയിൽ കൊണ്ടുപോയി മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. ആ ജനാസ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുമ്പോ നല്ലവരാണോ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവരാണോ? ഖബർ പറയുകയാ, വാടാ വാ സഹോദരാ, എന്റെ നല്ല സ്വഭാവം എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാ. ഖബറാണോ അവനോട് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ജനാസ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുമ്പോ ആദ്യമായിട്ട് സംസാരിക്കുന്നതാരെന്നറിയുമോ? ഖബറവനോട് സംസാരിക്കുകയാണ്. ആ ഖബർ സംസാരിക്കുന്നത് കേൾക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സിറാജ് സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, എനിക്ക് നാവുണ്ടല്ലോ, നിങ്ങൾക്ക് നാവുണ്ടല്ലോ, ഇതുപോലെ ഖബറിനും നാവുണ്ടടോ, ഖബറിന് നാവുണ്ടടോ. ഖബർ സംസാരിക്കുമടോ. ഇന്ന് കേൾക്കാൻ കഴിയാത്തത് നമ്മുടെ പോരായ്മയാണ്. ഉസ്താദേ, ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ലല്ലോ. ഒരുപാട് പേരെ ഖബറടക്കാൻ പോയി
പോയിട്ടുണ്ടല്ലോ, ഉപ്പാന്റെ ഖബറിന്റെ ചാരത്ത് പോകാറുണ്ട്, ഉമ്മയുടെ ഖബറിന്റെ ചാരത്ത് പോകാറുണ്ട്, കൂടപ്പിറപ്പുകൾ കുടുംബക്കാരുടെ ഖബറിന്റെ ചാരത്ത് പോകാറുണ്ട്. ഇന്ന് വരെ ഞാൻ സംസാരം കേട്ടിട്ടില്ല. അത് നിന്റെ പോരായ്മയാണ്, അത് നിന്റെ കഴിവുകേടാണ്. സംസാരിക്കും ചെറുപ്പക്കാരാ, ഒരുപാട് പേരോട് സംസാരിച്ചല്ലോ, ഒരുപാട് പേരോട് സംസാരിച്ചല്ലോ. നിനക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഒരു ജനാസ ഖബറടക്കാൻ പോയതാണ്, ഒരു ജനാസ ഖബറടക്കാൻ പോയതാണ്. ജനാസ ഖബറടക്കി എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പോകുന്നില്ല, പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാ. കൂടെ വന്നവര് വിളിക്കുന്നു, തങ്ങളെ എന്തേ വരുന്നില്ലേ? എല്ലാവരും പൊക്കോ, എല്ലാവരും പൊക്കോ, എന്നെ നിങ്ങളൊന്ന് വെറുതെ വിടണേ. എന്തിനാ തങ്ങളെ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ആ ജനാസയോടുള്ള കടമകൾ മുഴുവനും കഴിഞ്ഞല്ലോ. ജനാസ കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നിസ്കരിച്ചു, കബറടക്കി, എല്ലാം കഴിഞ്ഞല്ലോ. ഇനി എന്തിനാ പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, എല്ലാവരോടും പോകാറ്. അങ്ങനെ എല്ലാവരും പോയടോ, ഒറ്റയ്ക്ക് നടക്കുകയാ, പള്ളിപ്പറമ്പിലൂടെ ഒറ്റയ്ക്ക് നടക്കുകയാ. ഒരു ഖബറിന്റെ ചാരത്തു ചെന്നു, ഒരു ഖബറിന്റെ ചാരത്തു ചെന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഇരിക്കുകയാണ്, ഒന്നും മിണ്ടുന്നില്ലടോ. ആ പഴയ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. കണ്ണിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്, താടിരോമത്തിലൂടെ കണ്ണുനീര് വീഴുന്നുണ്ട്. ഒരു വാക്കുപോലും മിണ്ടുന്നില്ല. ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ ഖബർ ചോദിക്കുകയാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഒരുപാട് സമയമായല്ലോ, എന്റെ ചാരത്തിരുന്ന് കരയുകയാണല്ലോ, എന്തേ ചോദിക്കാത്തത്? ഒന്നും മിണ്ടാത്തതെന്ത്? എന്തേ മിണ്ടാതെ ഇരുന്ന് കരയുന്നത്? നിങ്ങളെ പോലെ നടന്ന ഒരു മനുഷ്യനല്ലോ ഈ ഖബറിനകത്ത് കിടക്കുന്നത്. അവന്റെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾക്കറിയാൻ ആഗ്രഹമില്ലേ? എന്തേ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഖബറിനോട് ചോദിക്കുകയാ, ഖബറേ, നിന്റെ വയറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താ? എങ്ങനെയാ നീ പെരുമാറുന്നത്? ഒരാളോട് നീ എങ്ങനെയാണ് പെരുമാറുന്നത്? ഖബർ പറയുകയാ, അറിയുമോ ചെറുപ്പക്കാരാ, എടോ നമ്മളും ഖബറിന്റെ ചാരത്ത് പോകുന്നവരല്ലോ. എടോ ഖബർ വെട്ടുന്നവനും പേടിയില്ല. ഖബർ വെട്ടുന്നവനെ കണ്ടിട്ടുണ്ടോ? മുണ്ടുമടക്കി കുത്തി, അതാ മുട്ടിന്റെ മുകളിൽ മുണ്ടുമടക്കി കുത്തി വീടി വലിച്ചിട്ട് തമാശ പറഞ്ഞുകൊണ്ടാണ് അവന് ഖബർ കുടിക്കുന്നത്. അവന് പേടിയില്ല. ആ ഖബർ കുടിക്കുന്നവന് പേടിയില്ല. ഖബറിനകത്ത് ഇറങ്ങുന്നവന് പേടിയില്ല. ജനാസയുടെ കബളിന്റെ താഴെ പിടിമണ്ണ് വെക്കുന്നവന് പേടിയില്ല. പലക നിരത്തുന്നവന് പേടിയില്ല. മണ്ണ് വെട്ടിയിടുന്നവന് പേടിയില്ല. മണ്ണ് വാരിയിടുന്നവന് പേടിയില്ല. ജനാസയുടെ കബറിന്റെ ചാരത്ത് പോകുന്നവന് പേടിയില്ല. ആർക്കും ഭയമില്ലടോ, ആർക്കും പേടിയില്ലടോ, ആർക്കും പേടിയില്ലടോ. എന്തേ പേടിക്കാത്തത്? ഖബർ വെട്ടുന്നവന് ചിരിക്കാനുള്ള കാരണമെന്താ? അവന് തമാശ പറയാനുള്ള കാരണമെന്താ? അവന് ഖബറിനെ കുറിച്ച് അറിയാഞ്ഞട്ടാ, അവന് ഖബറിന്റെ സ്വഭാവം അറിയാഞ്ഞട്ടാ. നിബിധങ്ങൾ പറഞ്ഞതെന്നറിയുവോ? ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില അകിലാ വലാ ശരിബ സുർബാ ഇല്ലാ വഹുവ യബ്ഖീ വയദ്രിബു അലാ സ്വദിരീ. നിനക്കറിയാഞ്ഞിട്ടാടാ ചെറുപ്പക്കാരാ, ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ നീ അറിഞ്ഞിരുന്നെങ്കിൽ നിലവിളിക്കുമടോ, കിടന്ന് നിലവിളിക്കുമടോ. തിന്നാ ഭക്ഷണം എടുത്തു വെച്ചു, കുടിക്കാ വെള്ളം എടുത്തു വെച്ചു. അത് കഴിക്കുന്നതിന് മുമ്പ് നീയൊക്കെ വയദ്രിബു അലാ സ്വദിരീ, നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവുകയാ. അതാണടോ
കബറിനകത്തേക്കും മനുഷ്യന്റെ അവസ്ഥ എല്ലാവരും അതുകൊണ്ടാണ് ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാല് ഖബറെന്ന് പറഞ്ഞാ പേടിക്കണം ചെറുപ്പക്കാരാ. നിന്റെ ഹൃദയത്തിൽ ഒരു പേടി വരണം. ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ ഖബർ കണ്ടാ നിന്റെ കണ്ടടം നിറയണമടാ ചെറുപ്പക്കാരാ. പാപമറ്റേ ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ. എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. പഠിച്ചവനെ ഖബറിനെ കുറിച്ച് പറഞ്ഞാലേ പേടിക്കണമെന്നാണ്. ഖബർ കണ്ടാ കരയണമെന്നാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. ഖബറേ എങ്ങനെയാ പെരുമാറുന്നത്, എങ്ങനെയാ പെരുമാറുന്നത്? ഖബർ പറയുകയാ മസഖത്തുൽ അഖ്ഫാൻ വസദഖത്തുൽ മുഖലതൈൻ വഅകൽതുൽ ലഹുമാ. പറയല്ലേ പറയല്ലേ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പിടഞ്ഞു വീഴുകയാണ്. പറയല്ലേ ഖബറ്, പറയല്ലേ ഖബറ് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് പറയല്ലോ. അത് കേൾക്കാനുള്ള ധൈര്യം എനിക്കില്ല. പിടഞ്ഞ താഴെ വീണടോ. ഖബറിന്റെ മുകളിൽ കിടന്ന് നിലവിളിക്കുകയാണ്. ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുകയാണ്. തന്റെ കണ്ണുനീര് പച്ചമണ്ണിന്റെ മുകളിലേക്ക് വീഴുമ്പോ ഖബറിന് സങ്കടം തോന്നിയടോ. അപ്പോഴാ ഖബർ പറഞ്ഞു കൊടുത്തത് അല്ലദുല്ലുക അലാ അഖ്ഫാനി ലാ തുബിലാ. രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ചെറുപ്പക്കാരാ ജനാസ കൊണ്ടുപോകുമ്പോ നല്ലവരോട് പറയുകയാവാ. മനസ്സാദീവാ എന്റെ നല്ല സ്വഭാവം എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാ. പടച്ചവനെ ഖബർ വിളിച്ചു പറയുകയാണ്. പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് നടന്ന മനുഷ്യന്റെ ജനാസ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുമ്പോ ഖബർ പറയുകയാ വാടാ ഞാൻ കാണിച്ചു തരാം എന്റെ സ്വഭാവം എന്താണെന്ന്. എന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാ. പടച്ചവരെ ഖബർ പറയുമടോ. എന്റെ പ്രിയപ്പെട്ടവരെ ആ ഖബറിലേക്ക് ജനാസ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എല്ലാവരും മണ്ണ് വാരിയിടുമല്ലോ, പലക നിരത്തുമല്ലോ, മണ്ണ് വെട്ടിയിടുമല്ലോ. ആ ഖബറിന്റെ ചാരത്ത് നിൽക്കുന്നവർ 7 ചുവട്ടടി വെച്ച് കഴിഞ്ഞാ സുബ്ഹാനല്ലാഹ് ഖബർ ഞെരിക്കുകയാ. 2 ഭാഗത്ത് നിന്ന് ഖബറങ്ങ് അടുക്കുകയാണ്. ഖബറിന്റെ സ്വഭാവമാണ് സ്വീകരിക്കുമല്ലോ. വീട്ടിൽ വരുന്നവരോട് സലാം പറഞ്ഞു മുസാഫഹത്ത് ചെയ്തുകൊണ്ട് നമ്മൾ സ്വീകരിക്കുമല്ലോ. ഇതുപോലെ ഖബറിനൊരു സ്വഭാവമുണ്ട്. അതാ ആര് ചെന്നാലും കെട്ടിപ്പിടിക്കുമടോ, ആര് ചെന്നാലും കെട്ടിപ്പിടിക്കുമടോ. അത് സാധാരണ ഒരു കെട്ടിപ്പിടുത്തമല്ല. വെള്ളിയാഴ്ച രാവിലെ ഷഹീദിനെ പോലെ മരിച്ച മനുഷ്യനാകട്ടെ അവനെയും ഖബർ കെട്ടിപ്പിടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് ലോകത്ത് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ അല്ലാഹുവേ നബി തങ്ങൾ പറഞ്ഞല്ലോ സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രക്ഷപ്പെടുമായിരുന്നു. ആ ചെറുപ്പക്കാരൻ മരിച്ചപ്പോഴാ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയത്. ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പുണ്ടല്ലോ അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങിയത് സഅദ് ഇബ്നു മുആദ് മരിച്ചപ്പോഴാണ്. ആ ചെറുപ്പക്കാരന്റെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ നബി തങ്ങൾ പറയുകയാ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്
പറ സഹാബ സുബ്ഹാനല്ലാഹ്. നബി തങ്ങളോട് ചോദിച്ചു, എന്തേ നബിയേ, എന്തത്ഭുതമാണ് കണ്ടത്, എന്തത്ഭുതമാണ് കണ്ടത്? സഹാബ, എന്റെ സഅദ് ഇബ്നു മുആദിന് ഖബറിഞ്ഞിരിക്കി സഹാബ. അത് കണ്ടപ്പോഴാ ഞാൻ അവിടെന്ന് പറഞ്ഞു പോയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നല്ല ഒരു മനുഷ്യന്റെ ജനാസ ഖബറിൽ കൊണ്ടുവച്ച ഉമ്മയ്ക്ക് സ്നേഹം കൂടുമ്പോ, ഉമ്മാന് സ്നേഹം കൂടുമ്പോ അതാ തന്റെ മക്കളെ കെട്ടിപ്പിടിക്കുമല്ലോ. ഉമ്മ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നത് പോലെ നല്ലവരെ ഖബർ കെട്ടിപ്പിടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവര്, മരിച്ച മനുഷ്യന്റെ ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? വിളിച്ചു പറയുകയാ, എന്നെ പെട്ടെന്ന് കൊണ്ടുപോകണേ, എന്നെ പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കടോ. പടച്ചവനെ, ജനാസ വിളിച്ചു പറയും, അത് ജനാസയുടെ ആഗ്രഹമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, 2024 കടന്നിട്ട് ഒരു വയസ്സുകൂടെ കൂടിയ വാപ്പാ, നിനക്ക് മരണം പറയുന്നത് ഇഷ്ടമല്ല, നിനക്ക് മരിക്കാൻ പേടിയാണ്, മരണമെന്ന് പറയുന്നത് പോലും നിനക്ക് പേടിയാണ്. എത്ര പേടിച്ചാലും മരണം വരും വാപ്പാ, വരണ്ട സമയത്ത് വരുമല്ലോ. എന്തേ ചരിത്രം വായിക്കാത്തത്, എന്തേ ചരിത്രം പഠിക്കാത്തത്? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു, നിനക്കറിയുമോ ആ സ്വഹാബിയുടെ ചരിത്രം? ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന തന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോവുകയാ. രാത്രിയിൽ തന്റെ കൂട്ടുകാരന്റെ വീടിന്റെ മുറ്റത്ത് ചെന്നു. എന്നിട്ട് വിളിക്കുന്നു, വാ കൂട്ടുകാരാ, നമുക്കൊരു സ്ഥലം വരെ പോകാം. മഹാനായ സഅദ് ഇബ്നു മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രിയിൽ തന്റെ കൂട്ടുകാരനെ വിളിച്ചിറക്കുകയാണ്. എന്നിട്ട് എവിടെ പോയെന്നറിയുമോ? ന്യൂ ഇയർ ആഘോഷിക്കാനല്ല, പടക്കം പൊട്ടിക്കാനല്ല, ഗാനമേള കേൾക്കാനല്ല, പെണ്ണുങ്ങളുടെ തുള്ളല് കാണാനല്ല. പാതിരാത്രി കൂട്ടുകാരനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുകയാണ്. രണ്ടുപേരും കൂടെ പോയടോ. ഒറ്റയ്ക്ക് പോയൊരു സ്ഥലത്തിരുന്നു. എന്നിട്ട് ഉളുവെടുത്തു. എന്നിട്ട് രണ്ടുപേരും കൂടെ 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ പറയുകയാ, സഅദ് ഇബ്നു അബീ വഖാസ്, നമ്മൾ നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോകുകയാണ്. അതുകൊണ്ട് നിനക്ക് വേണ്ടത് നീ അല്ലാഹുവോട് ദുആ ചെയ്യൂ. ഞാൻ ആമീൻ പറയാ, ഞാൻ ആമീൻ പറയാ. അത് കഴിഞ്ഞ് ഞാൻ ദുആ ചെയ്യാ, നീ ആമീൻ പറയണേ. 2 കൂട്ടുകാരും തീരുമാനിച്ചു. പടച്ചവനേ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ആ പാതിരാത്രിയിൽ ഇരുന്ന് ദുആ ചെയ്യുകയാ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു രാത്രി പോയിട്ട് പറഞ്ഞു വരാൻ. രണ്ടുപേരും പിറ്റേ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോകുകയാ. രാത്രി പോയി വിളിച്ചിറക്കി. ഗാനമേളയ്ക്ക് പോകാനൊന്നുമല്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത് വേറെ പല കാര്യങ്ങൾക്കുമാണ്. അങ്ങനെ വിളിച്ചിറക്കി. രണ്ടുപേരും കൂടെ പോയി നിസ്കാരം കഴിഞ്ഞു. എന്നിട്ട് കൂട്ടുകാരനോട് പറഞ്ഞു, നിനക്ക് വേണ്ടത് നീ ദുആ ചെയ്യ്, ഞാൻ ആമീൻ പറയാം. എനിക്ക് വേണ്ടത് ഞാൻ ദുആ ചെയ്യാം, നീ ആമീൻ പറയണം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ, നാളെ ഞാൻ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോകുകയാ. ഒരു നല്ല ശത്രുവിനെ എനിക്ക് തരണം, ഒരു യോദ്ധാവായ ശത്രുവിനെ എനിക്ക് തരണം. പടച്ചവനെ, ഞാൻ അവനോട് യുദ്ധം ചെയ്തിട്ട് അവനെ ഞാൻ പരാജയപ്പെടുത്തണം. എനിക്ക് അവനെ കൊല്ലണം തമ്പുരാനെ. അങ്ങനെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ, നാളെ ഉഹദിന്റെ രണാങ്കണത്തിൽ ഒരു നല്ല ശത്രുവിനെ എനിക്ക് തരണം. എനിക്ക് അവനെ കീഴ്പ്പെടുത്തണം. എനിക്ക് അവനെ കൊല്ലണം. അങ്ങനെ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ദുആ ചെയ്തു. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു ആമീൻ പറഞ്ഞു. ദുആ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി ഞാൻ ദുആ ചെയ്യാം, നീ ആമീൻ പറയണം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, പടച്ചവനെ, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഞാൻ പോകുകയാ. ഏറ്റവും കഴിവുള്ള, എന്നെക്കാളും യോദ്ധാവായ
ക്രൂരനായ ഒരു എതിരാളിയെ നീ എനിക്ക് തരണം. കരുണയില്ലാത്ത അല്ലാഹുവേ, പടച്ചവനെ, കരുണയില്ലാത്ത എന്നെക്കാളും ശക്തനായ ഒരു എതിരാളി എനിക്ക് തരണം പടച്ചവനെ. അല്ലാഹുവേ, അവൻ എന്റെ കാല് വെട്ടി മുറിക്കണം തമ്പുരാനെ, അവൻ എന്റെ കൈ വെട്ടി മുറിക്കണം തമ്പുരാനെ, എന്റെ മൂക്ക് മുറിച്ചു മാറ്റണം തമ്പുരാനെ. അല്ലാ, എന്റെ ചെവി മുറിച്ചിട്ട് നൂലിൽ കെട്ടി തൂക്കിയിടണേ അല്ലാ. ചെറുപ്പക്കാരാ, KGF-ന്റെ കഥയല്ലടാ പറയുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രിയിൽ തന്റെ കൂട്ടുകാരനെ വിളിച്ചിറക്കി കൊണ്ടുപോയി നിസ്കാരപ്പായിലിരുത്തിയിട്ട് അല്ലാഹുവോട് പറയുന്നു, പടച്ചവനെ, എനിക്കെതിരായി വരുന്ന യോദ്ധാവ് എന്റെ കൈകാലുകൾ വെട്ടി മുറിച്ചു മാറ്റണം പടച്ചവന്. അവൻ എന്നോട് കരുണ കാണിക്കല്ലേ അല്ലാ, അവൻ എന്റെ മൂക്ക് മുറിച്ചു മാറ്റണം, എന്റെ ചെവി മുറിച്ചാ പോരാ, അവനത് കെട്ടിത്തൂക്കണം പടച്ചവന്. ഇതുപോലെ ആ ഉഹദിന്റെ രണാങ്കണത്തിൽ കിടന്ന് എനിക്ക് ഷഹീദാകാനുള്ള ഭാഗ്യം തരണേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്യുകയാ, അവിടുന്ന് ദുആ ചെയ്യുകയാ. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ കണ്ടടങ്ങൾ നിറഞ്ഞു വീഴുകയാണ്. പറചങ്ങാതി, നീ ദുആ ചെയ്തപ്പോ ഞാൻ ആമീൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ ദുആ ചെയ്യുമ്പോ നീ ആമീൻ പറയണം. എന്തിനാണെന്നറിയുമോ? നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ പറയാൻ എന്തെങ്കിലും വേണമല്ലോ. അല്ലാഹുവേ, അവിടുന്ന് ദുആ ചെയ്ത് രണ്ടുപേരും പിരിയുകയാണ്. പിറ്റേ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ദുആ ചെയ്തതുപോലെ പടച്ച റബ്ബ് ദുആ സ്വീകരിക്കുകയാ. ഒരു നല്ല എതിരാളിയെ കിട്ടി, ഒരു യോദ്ധാവിനെ കിട്ടി. ആ മനുഷ്യനെ അവിടുന്ന് പടച്ചവനെ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ അവിടുന്ന് വധിക്കുകയാ. വലിയ സന്തോഷമായി. പക്ഷേ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ഓടുകയാ. ഇന്നലെ പാതിരാത്രി എന്റെ കൂടെ ഇരുന്ന് ദുആ ചെയ്ത എന്റെ കൂട്ടുകാരന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചോ. ഉഹദിന്റെ രണാങ്കണത്തിലൂടെ കടന്നു ചെല്ലുമ്പോ കാണുന്നടാ ചെറുപ്പക്കാരാ, കാല് മുറിച്ചു മാറ്റിയിട്ടുണ്ട്, കൈ മുറിച്ചു മാറ്റിയിട്ടുണ്ട്, മൂക്ക് മുറിച്ചു മാറ്റിയിട്ടുണ്ട്, തന്റെ ചെവി ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാ. ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കിയിരിക്കുകയാ. ജീവനുണ്ട് ചെറുപ്പക്കാരാ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു ജീവനുണ്ടായിരുന്ന ചെറുപ്പക്കാരാ. ഓടിയടുത്തേക്ക് ചെന്നടോ. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ചെന്നപ്പോ അവിടുന്ന് പറഞ്ഞു, കൂട്ടുകാരാ, എന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചല്ലോ, നീ എനിക്ക് സാക്ഷിയാ. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോ അല്ലാഹുവേ എന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോ എന്റെ കണ്ണ് തന്നല്ല, എന്റെ കൈകാലുകൾ പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി കൊടുത്തല്ലോ, എന്റെ ചെവി കൊടുത്തിറപ്പേ, എന്റെ മൂക്ക് കൊടുത്തിറപ്പേ, എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തിറപ്പേ എന്ന് പറയാൻ എനിക്ക് കഴിയുമല്ലോ. അതുകൊണ്ട് നീയാണ് സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ കടന്ന് ഷഹീദായെന്ന ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, അവർക്ക് മരിക്കാൻ പേടിയില്ലായിരുന്നടോ, അവർക്ക് മരിക്കാൻ ഭയമില്ലായിരുന്നു. പക്ഷേ നമ്മൾക്ക് പടച്ചവനെ ഓരോ കൊല്ലം കഴിയുമ്പോഴും സ്വഭാവത്തിന് മാറ്റമില്ലടോ. വീണ്ടും നമ്മൾ മോശമായ ചുറ്റുപാടുകളിലാണ്, മോശമായ സ്വഭാവമാണ്, അഹങ്കാരം കൂടുകയാണ്, ധിക്കാരം കൂടുകയാണ്. മരിക്കേണ്ടവരാണെന്നുള്ള ചിന്തയില്ലല്ലോ. പ്രായമുള്ളവനുമില്ല, ചെറുപ്പക്കാരനുമില്ല, എല്ലാവരും അല്ലാഹനെ മറന്നുകൊണ്ട് നടക്കുകയാണ്. ജീവിതം ആസ്വദിക്കാനുള്ളതാ ഉസ്താദ്, ജീവിതം സുഖിക്കാനുള്ളതാ ഉസ്താദ്. നിങ്ങളൊക്കെ പറയുന്നത് പോലെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ? എല്ലാവരും പറയുന്നത് സ്വപ്നലോകത്താ നമ്മൾ ജീവിക്കുന്നതെന്ന്. ഇല്ലടാ ചെറുപ്പക്കാരാ, ഇല്ലടാ ചെറുപ്പക്കാരാ. അൽഹാകുമുത്തകാസുർ ഹത്താ
സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ സൂറത്ത് ഓതി നോക്കടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിന്റെ വീട്ടിലുണ്ടല്ലോ, നീ പോയിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തിട്ട് ഈ ചെറിയ സൂറത്ത് നീ ഒന്ന് ഓതി നോക്ക്, അതിന്റെ അർത്ഥമൊന്ന് വായിച്ചു നോക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നല്ലവരെ പോലെ വേണം മരിക്കാൻ, നന്മകൾ ചെയ്തിട്ട് വേണം മരിക്കാൻ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ പോലെ നന്മകൾ ചെയ്തിട്ട് പോയാൽ നീ ഭയപ്പെടണ്ട. നീ വിളിച്ചു പറയും, എന്നെ കൊണ്ടുപോകണേ, എന്നെ കൊണ്ടുപോകണേ, എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി നിങ്ങളെ കബറിൽ കൊണ്ടുപോയി ഒന്ന് കബറടക്കടേ. ഭയമില്ലടോ, കബർ പേടിയില്ലടോ, കബറിൽ പോകാ ഭയമില്ലടോ. കാരണം അവര് ജീവിതത്തിൽ ചെയ്യേണ്ടത് ചെയ്തു വെച്ചിരിക്കുകയാ. സമസ്ത ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ, SKSSFന്റെ മക്കളുണ്ടല്ലോ, കായുടെ ചെറുപ്പക്കാരുണ്ടല്ലോ. മക്കളെ, നിനക്ക് സമസ്തയുടെ പണ്ഡിതന്മാരെ കുറിച്ച് അറിയുമോ? അല്ലാഹുവേ, മഹാനായ ശൈഖുനാ അതാ പടച്ചവനെ കോയക്കുട്ടി ഉസ്താദ് എന്ന് പറയുന്ന ഒരു മഹാനുണ്ടായിരുന്നടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിനെ വല്ലാതെ ഭയന്ന് ജീവിച്ച മഹാരാ. നിനക്കറിയുവോ, നിനക്കറിയുവോ ചെറുപ്പക്കാരാ, ഒരു ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടു, വീട്ടിലെ കബറ് കുടിച്ചിട്ടിട്ടുണ്ട്. പടച്ചവനെ, കോയക്കുട്ടി ഉസ്താദ് അല്ലാഹുവേ വീട്ടിലെ കബറ് കുടിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടപ്പോ ഒരിക്കലാ കാണാൻ പോയടാ ചെറുപ്പക്കാരാ. പടച്ചവനെ, ഉസ്താദിന്റെ വീട്ടിൽ രോഗം പിടിച്ച് കിടക്കുമ്പോ അവിടെ കാണാൻ പോയി. അവസാനം അവിടെ നിന്ന് ദുആ ചെയ്തിട്ടിറങ്ങുമ്പോ ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു വഅദ് കേട്ടു, അതാ കബർ കുടിച്ചിട്ടിട്ടുണ്ടെന്ന് സത്യമാണോ എന്ന് ചോദിക്കുമ്പോ തന്റെ വീടിന്റെ മുമ്പിൽ ഒരു ഓടിട്ട ഒരു ഷെഡ് കണ്ടു. പടച്ചവനെ, ചെന്ന് നോക്കുമ്പോ ജീവിച്ചിരുന്നപ്പോ വീടിനകത്ത് കബർ കുടിച്ചിട്ടിരിക്കുകയാ മോനെ. എന്നിട്ട് എല്ലാവരും വന്ന് നോക്കുന്നത് കാരണം പലക നിരത്തിയിട്ട് മണ്ണിട്ട് വെച്ചിരിക്കുകയാ. ജീവിച്ചിരുന്നപ്പോഴേ കബർ കുടിച്ച മഹാനാട് പടച്ചവനെ, മഹാനായ ശൈഖുനാ കോയക്കുട്ടി ഉസ്താദ്. റബ്ബേ, അവിടത്തെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. നമ്മുടെ നേതാക്കന്മാരങ്ങനെ ചെറുപ്പക്കാരാ. പക്ഷേ ഇന്നത്തെ യുവത്വം പഠിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. ബഹുമാനായ ഉസ്താദ് പറഞ്ഞല്ലോ, മോനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലോ, ആവശ്യമില്ലാത്ത ചർച്ചകളുടെ പുറകെ നടക്കല്ലോ. നേതൃത്വം എന്താണോ പറയുന്നത് അനുസരിക്കണേ മോനെ. എല്ലാവരും എങ്ങനെയെങ്കിലും തമ്മിലടിപ്പിക്കാനാ നോക്കുന്നത്. രാജ്യം വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോ ഉമ്മത്ത് ഐക്യപ്പെടേണ്ട സമയത്താണ് ഇതുപോലെയുള്ള ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. പലർക്കും തമ്മിലടിപ്പിക്കാനാണ്, മുസ്ലിമീങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ വൻ ശക്തികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലമാ. ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ തലയിടരുത്, ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ അഭിപ്രായം പറയരുത് മോനെ. നേതൃത്വം എന്ത് പറയുന്നോ അതനുസരിക്കലാണ് ഒരു അനുയായിക്ക് വേണ്ട ഗുണമതാണ്. അൽഹംദുലില്ലാഹ്, പടച്ചവനെ, എല്ലാവരും ബാംഗ്ലൂരിൽ പോകാൻ കാത്തിരിക്കുകയാ. 100ാം വാർഷികത്തിന്റെ പ്രഖ്യാപനം കേൾക്കാൻ ദിവസങ്ങൾ എണ്ണിയിട്ട് കാത്തിരിക്കുകയാ. അല്ലാഹുവേ, ആ സമ്മേളനം നീ വിജയിപ്പിക്കണേ അല്ലാ. പോകണം ചെറുപ്പക്കാരാ, പോകണം ചെറുപ്പക്കാരാ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സമയം മാറ്റിവെച്ചിട്ട് പോകണം പൊന്നുമോര്. ഇത് ജീവിതത്തിൽ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണടാ. ഇത് അല്ലാഹു തരുന്ന ഒരവസരമാ. പടച്ചവനെ, സയ്യിദന്മാര് വിളിച്ചാ, പടച്ചവനെ സമസ്ത വിളിച്ചു കഴിഞ്ഞാൽ ആ വിളി ഏത് കാട്ടിലാണെങ്കിലും പോകണം ചെറുപ്പക്കാരാ. അത് നമ്മുടെ നേതൃത്വം വിളിക്കുന്നതാണ്, സയ്യിദന്മാര് വിളിക്കുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എല്ലാവരും അതിൽ പങ്കെടുക്കണം. അതിന്റെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. റബ്ബേ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ആവശ്യമില്ലാത്ത വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്
മരിക്കാൻ പേടിയില്ലായിരുന്നു, മരിക്കാൻ ഭയമില്ലായിരുന്നു. അവര് റെഡിയായിരിക്കുകയാണ്, എപ്പ വേണമെങ്കിലും പോകാൻ അവര് തയ്യാറായിരിക്കുകയാ. പടച്ചവനെ, നമുക്ക് ആ ചിന്തയുണ്ടോ? ആ ബോധം നമുക്കുണ്ടോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിച്ചുപോയ മനുഷ്യന്റെ രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? അതാ ജനാസ ഖബറിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞു. അതാ എല്ലാവരും അതാ മണ്ണുവാരിയിട്ടിട്ടതാ പടച്ചവനെ ഖബറിന്റെ ചാരത്ത് നിന്ന് മടങ്ങുകയാണ്. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അതാ ഖബറിന്റെ ചാരത്ത് നിന്ന് സലാം പറയുകയാണ്. എല്ലാവരും മടങ്ങി പോവുകയാണ്. അതാ 7 ചുവട്ടടി മുന്നോട്ട് വെച്ച് കഴിയുമ്പോൾ അതാ ഖബറിലേക്ക് കടന്നു വരുന്ന മുൻകറും നക്കീർ എന്ന് പറയുന്ന 2 മലക്കുകൾ കടന്നു വരികയാ. ഖബറിനകത്തേക്ക് കടന്നു വന്നടോ വിചാരണ തുടങ്ങുകയാണ്, വിചാരണ തുടങ്ങുകയാണ്. പടച്ചവനെ, ഖബറിൽ കിടക്കുന്ന മനുഷ്യനോടതാ മൻ റബ്ബുക മൻ ദീനുക മൻ ഇമാമുക. പടച്ചവനെ, അതാ മലക്കുകൾ ഇങ്ങനെ ഖബറിനകത്ത് ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. അതാ വിചാരണ നടക്കുകയാണ്. പടച്ചവനെ, അതാ എല്ലാം കഴിയുമ്പോ ആ ഖബറിനകത്ത് വന്ന മലക്കുകൾ ആ ജനാസയോട് പറയുകയാ, ആ നല്ല മനുഷ്യരോട് പറയുകയാണ്, ആ നല്ല മനുഷ്യരോട് പറയുകയാ, പുതിയ പട കടന്നുറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ. കല്യാണം കഴിഞ്ഞിട്ട് അതിരാത്രിയിൽ പുതിയ പെണ്ണും പുതിയ പളയും കടന്നുറങ്ങുമല്ലോ. അവരെ ഒരാളും ശല്യം ചെയ്യാറില്ല, അവരെ ഒരാളും ശല്യം ചെയ്യാറില്ല. കാരണം കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും മണിയറയ്ക്കകത്ത് കിടക്കുമ്പോ ആരെങ്കിലും ബഹളം വെച്ചുകൊണ്ട് റൂമിന്റെ മുമ്പിലേക്ക് പോയാൽ ഉമ്മമാര് പറയും, ഇന്നവരെ ശല്യം ചെയ്യരുത്, അവര് കിടന്നുറങ്ങട്ടെ. കാരണം ഇന്നവരുടെ അതിരാത്രിയാണ്. പടച്ചവനെ, അവിടെ നിന്ന് ബഹളം വെക്കാതെ സമാധാനത്തോട് അവര് കിടന്നുറങ്ങാറ് സൗകര്യം ചെയ്തു കൊടുക്കുമല്ലോ. ഇതുപോലെ ഖബറിനകത്ത് വന്ന മുൻകറും നക്കീർ എന്ന് പറയുന്ന മലക്ക് പറയുകയാ, ലം കനൗമത്തിൽ പുതിയ പള കടന്നുറങ്ങുന്നത് പോലെ, പുതിയ പെണ്ണ് കിടന്നുറങ്ങുന്നത് പോലെ ഖിയാമത്ത് നാൾ വരെ ഈ ഖബറിനകത്ത് കിടന്നുറങ്ങിക്കോ. അല്ലാഹുവിന്റെ മലക്കുകൾ പറയുമല്ലോ, ചെറുപ്പക്കാരാ, ഞാൻ പറയുന്നത് പടച്ചവനെ, അതാ അതിരാത്രിയുടെ കഥ പറയുമ്പോ അതൊക്കെ പണ്ടായിരുന്നു ചെറുപ്പക്കാരാ. ഇന്ന് പടച്ചവനെ അതിരാത്രിയൊന്നുമില്ലടോ. ഇന്ന് പാതിരാത്രി പടച്ചവനെ കല്യാണം കഴിഞ്ഞ് പുതിയ പളയം പുതിയ പെണ്ണും വീടിനകത്ത് കയറുമ്പോ പടക്കം പൊട്ടിക്കുന്ന കാലമല്ലോ. പുതിയ പളയ പൊക്കി വണ്ടിയിൽ കയറ്റി എവിടെങ്കിലും കൊണ്ടുപോകുന്ന കാലമല്ലോ. എന്തെല്ലാം വൃത്തികേടുകൾ ചെയ്യുന്ന കാലമല്ലോ. പടച്ചവനെ, മുസ്ലിം ഉമ്മത്ത് കാണിക്കുന്ന അനാചാരങ്ങളും അഹങ്കാരങ്ങളും പേക്കൂത്തുകളും കണ്ടാ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. പടച്ചവനെ, ഞാനിന്ന് വാഴ്തിന് വേണ്ടി വരികയാണ്. കാസർഗോഡ് നിന്ന് വരുന്ന വഴിയില് അല്ലാഹുവേ, നടുറോഡിൽ നിന്ന് കൊണ്ടൊരു പുതിയ പള വിഭാഗം കഴിഞ്ഞു പോകുന്ന രംഗം കാണുകയാ. എന്തേ സമുദായമേ, എന്തേ സമുദായമേ, ഈ ഉമ്മത്ത് കാണിക്കുന്ന അവസ്ഥ വളരെ പരിതാപകരമാണ്. കണ്ടാ സഹിക്കാൻ കഴിയുന്നില്ലടോ. എന്തൊക്കെ അഹങ്കാരമാണ്, എന്തെല്ലാം ധിക്കാരമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്ന് വിവാഹമെന്ന് പറഞ്ഞാൽ വല്ലാത്ത അനാചാരങ്ങൾ നിറഞ്ഞതാ. പടച്ചവനെ, മഹല്ല് കമ്മിറ്റികൾ പരസ്പരം അതാ മഹല്ല് കമ്മിറ്റികൾ തീരുമാനമെടുക്കാൻ പറ്റാത്ത സാഹചര്യമാ. പറയണം സഹോദരങ്ങള്, എന്തെല്ലാം മോശമായ പ്രവർത്തനങ്ങളാണ്. മഞ്ഞ കല്യാണം, അറബി കല്യാണം, നീല കല്യാണം, മൈലാഞ്ചി കല്യാണം, എന്തെല്ലാം എടോ ജനാസ കൊണ്ടുപോകുന്നത് പോലെ പടച്ചവരെ നമ്മൾ കാണുമല്ലോ. ഖബറിലേക്ക് ജനാസ ഇറക്കി വെക്കുമ്പോ അതാ മുകളിൽ ഇങ്ങനെ തുണി പിടിക്കുമല്ലോ. ഇതുപോലെ കല്യാണ പെണ്ണിനെ ഒരുക്കി കൊണ്ടുവരുന്ന വീഡിയോകൾ കാണുന്നവരാ. എന്റെ ചെറുപ്പക്കാരാ, മോനെ
മണിയറ ഒരുക്കേണ്ടത് എവിടെയാണെന്നറിയോ? എന്റെ ചെറുപ്പക്കാര് പഠിക്കണം മോരെ. ആ പള്ളിപ്പറമ്പിലേക്ക് പോകുന്ന ഒരു ദിവസം വരാനുണ്ടടാ. നിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ രാത്രി, ആ കബറിനകത്ത് കിടക്കുന്ന രാത്രിയെ കുറിച്ച് നീ എന്തേ ചിന്തിക്കാത്തത്? അവിടെയല്ലേ മണിയറ ഒരുക്കേണ്ടത്? ആ പള്ളിപ്പറമ്പിൽ വേണം നീ മണിയറ ഒരുക്കാൻ. പടച്ചവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ തന്റെ പൊന്നാര മകള് മഹദി ഫാത്തിമ ബീവിയുടെ ചരിത്രം അറിയുമോ ചെറുപ്പക്കാരാ? പടച്ചവനെ, അലിയാര് തങ്ങളാണ് ഫാത്തിമ ബീവിയെ വിവാഹം കഴിച്ചത്. രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. പടച്ചവനെ, മണിയറയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ എന്ന പൊന്നാര മകളെ ഭാര്യയായി കിട്ടിയത് കാരണം അലിയാര് തങ്ങൾ വലിയ സന്തോഷത്തിലാണ്. കാരണം അലിയാര് കൊതിച്ചു നടന്നതാണ് ഫാത്തിമാര്. പടച്ചവനെ, പ്രണയിച്ചു എന്ന് പറയരുത്, ഒരിക്കലും പ്രണയിച്ചതല്ല. അലിയാര് തങ്ങൾക്ക് ഫാത്തിമാനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. കാരണം നബി തങ്ങളുടെ മകളാണല്ലോ, ചെറുപ്പം മുതലേ കാണുന്നതാണല്ലോ. പടച്ചവനെ, അങ്ങനെ വിവാഹം കഴിഞ്ഞു. രണ്ടുപേരും മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല മണിയറയ്ക്കകത്ത് കയറി. അലിയാര് തങ്ങൾ വാതിലടയ്ക്കുകയാണ്. മണിയറയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചപ്പോ ഫാത്തിമ ബീബി ഇരുന്ന് കരയുകയാ. മണിയറയ്ക്കകത്തിരുന്ന് പുതുമണപാട്ടി കരയുകയാ. പഠിക്കടാ ചെറുപ്പക്കാരാ, സ്വാലിഹത്തായ ഒരു പെണ്ണിനെ കുറിച്ചാ പറഞ്ഞു തരുന്നത്. ഇതുപോലെ ഒരു പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. ഇതുപോലെ ഒരു പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. മണിയറയ്ക്കകത്തിരുന്ന് ഫാത്തിമ കരയുകയാ. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ ഫാത്തിമ? ഇല്ല അലിയേ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ അലിയേ? എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് അലിയേ. അലിയാര് തങ്ങൾ ചോദിച്ചു, പിന്നെ നീ എന്തിനാ കരയുന്നത്? ഫാത്തിമ ബീബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഈ മണിയറയ്ക്കകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്ക് പെട്ടെന്നണച്ചപ്പോ ഈ മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുട്ട് വന്ന് അലിയേ. ഈ റൂമിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നല്ലോ. ഞാൻ ചിന്തിച്ചു, അല്ലാ, ഈ മണിയറയ്ക്കകത്ത് ഇത്രയും ഇരുട്ടുണ്ടെങ്കിലോ അല്ലാ, ഖബറിന്റെ 6 അടി മണ്ണിനകത്ത് എന്ത് ഇരുട്ടായിരിക്കും റബ്ബേ. ഖബറിനകത്ത് എന്ത് ഇരുട്ടായിരിക്കും തമ്പുരാര്. അവിടെ എന്റെ വാപ്പയില്ലല്ലോ, അവിടെ എന്റെ ഭർത്താവില്ലല്ലോ, ഒരാളും എന്റെ കൂടെ വരില്ലല്ലോ. ഞാൻ ആ പലകയുടെ അടിയിൽ ഒറ്റയ്ക്കിരിക്കുമല്ലോ. അല്ലാഹുവേ, എന്ത് ഇരുട്ടായിരിക്കും തമ്പുരാന്. വിളക്കണച്ച് ഇരുട്ട് കണ്ടപ്പോ ഫാത്തിമ പറയുകയാ, എനിക്ക് ഖബർ ഓർമ്മ വന്നു, എനിക്ക് ഖബർ ഓർമ്മ വന്നു. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, ഇന്ന് നമ്മുടെ ആദിരാത്രിയല്ലേ? ഇന്ന് നമ്മൾ വിവാഹ ജീവിതം തുടങ്ങുന്ന രാത്രിയല്ലേ? നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയുന്ന രാത്രിയല്ലേ? ഇത് നമ്മുടെ മണിയറയല്ലേ ഫാത്തിമ? ഇവിടെ ഇരുന്ന് കരയുകയാണോ? ഇവിടെ ഇരുന്ന് ഖബറിനെ കുറിച്ച് പറയുകയാണോ? എന്തേ ഫാത്തിമ മണിയറയ്ക്കകത്തിരുന്ന് കരയല്ലേ ഫാത്തിമ? അലിയാര് തങ്ങൾ പറയുമ്പോ ഫാത്തിമ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അലിയേ, മണിയറ ഇവിടെയല്ല അലിയ, മണിയറ ഒരുക്കേണ്ടത് ഇവിടെ അല്ല അലിയ. മണിയറ ഒരുക്കേണ്ടത് എവിടെ എന്നറിയുമോ? അത് പള്ളിപ്പറമ്പിലെ ഖബറിനകത്താ. ഖബറിനകത്ത് കിടക്കുന്ന ഒന്നാമത്തെ രാത്രിയാണ് മണിയറ ഒരുക്കേണ്ടത്. അതിനകത്ത് വരുന്ന മുൻകറും നക്കീറെന്ന് പറയുന്ന മലക്ക് പറയണം, ലം കനവുമത്തില്ലാറൂ. പുതിയ ആപ്പള കിടന്നുറങ്ങുന്നത് പോലെ, പുതിയ പെണ്ണ് കിടന്നുറങ്ങുന്നത് പോലെ ഈ ഖബറിനകത്ത് കിടന്നുറങ്ങിക്കോ എന്ന് ഖബറിനകത്ത് വരുന്ന മലക്കുകൾ പറയണമലിയേ.
അവിടെയാണ് മണിയറ പൊരിക്കേണ്ടത്, അവിടെയാണ് മണിയറ പൊരിക്കേണ്ടത്, അല്ലാതെ ദുനിയാവിലല്ല അലിയേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നബി തങ്ങളുടെ പൊന്നാര മകള് പറഞ്ഞു കൊടുക്കുകയാ. അതുകൊണ്ട് സഹോദരാ, മണിയറ എന്ന് പറഞ്ഞാൽ ആ മണിയറ ഒരുക്കേണ്ടത് പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്താണ്. അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാണ്, പുതിയ പള കിടന്നുറങ്ങുന്നത് പോലെ, പുതിയ പെണ്ണ് കിടന്നുറങ്ങുന്നത് പോലെ ഈ ഖബറിനകത്ത് കിടന്നുറങ്ങിക്കോ. സുബഹിയുടെ സമയത്തും അസറിന്റെ സമയത്തും കാലിന്റെ ഭാഗത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കുകയാ. കണ്ണെത്താ ദൂരം വിശാലമാവുകയാ, ഖബർ കണ്ണെത്താ ദൂരം വിശാലമാവുകയാ. സ്വർഗത്തിന്റെ വിരിപ്പ് വിരിക്കുകയാണ്, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുകയാണ്. ആ ഖബർ സ്വർഗമാവുകയാ, ആ ഖബർ സ്വർഗമാവുകയാ. പടച്ചറപ്പേ, തന്റെ കാലിന്റെ ഭാഗത്ത് സ്വർഗം ഇങ്ങനെ തുറന്ന് കാണിക്കുമ്പോ ആ മനുഷ്യൻ ആഗ്രഹിക്കുകയാ, അല്ലാഹുവേ, അല്ലാഹുവേ, ഇതെന്റെ കുടുംബക്കാരോടൊന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിലോ. പടച്ചറപ്പേ, എന്റെ ഖബറിനകത്തുള്ള ജീവിതം അല്ലാഹു എനിക്ക് തന്ന പ്രതിഫലം പടച്ചവരെ എന്റെ മക്കളോടൊന്ന് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിലോ, എന്റെ കുടുംബക്കാരോടൊന്ന് അറിയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലോ എത്രയോ നല്ലതായിരുന്നു. അല്ലാ, ഖബറാളി ആഗ്രഹിക്കുകയാ, ഖബറാളി ആഗ്രഹിക്കുകയാ. ഖബറിനകത്ത് കിടക്കുന്നവരുടെ രണ്ടാമത്തെ മോഹം എന്തെന്നറിയുവോ? അല്ലാഹു അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രതിഫലങ്ങളോ കുടുംബക്കാരോടൊന്ന് ചെന്ന് പറയാ കഴിഞ്ഞിരുന്നെങ്കിലോ എത്രയോ നല്ലതായിരുന്നു അല്ലാ എന്നവരാഗ്രഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, മരിച്ചുപോയ മാതാപിതാക്കളെ സ്വപ്നം കാണുന്നവരുണ്ടല്ലോ. ഉസ്താദേ, എന്റെ വാപ്പ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ട ഉസ്താദ്, എന്റെ ഉമ്മ വലിയ സന്തോഷത്തിലാണ്, നിസ്കരിക്കുന്നതായി കണ്ടു, ഖുർആൻ ഓതുന്നതായി കണ്ടു, ഉമ്മ സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടു എന്നൊക്കെ സ്വപ്നം കണ്ടു എന്ന് പറയുന്ന മക്കളോട് അത് അല്ലാഹു ചെയ്യുന്ന വലിയൊരു അനുഗ്രഹമാണ്. ഖബറിൽ കിടക്കുന്നവരാഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യമെന്താ? അല്ലാഹു അവർക്ക് കൊടുത്ത പ്രതിഫലങ്ങള്. ഖബറിൽ കിടക്കുന്ന മയ്യത്ത് ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം, അല്ലാഹു അവർക്ക് ഖബറിനകത്ത് കൊടുത്തിരിക്കുന്ന പ്രതിഫലങ്ങൾ ഒന്ന് കുടുംബക്കാരോട് ചെന്ന് പറയാൻ അവരാഗ്രഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവരാഗ്രഹിക്കും, പടച്ചവനെ അല്ലാഹുവേ, എനിക്കിതൊന്ന് പോയി പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മക്കളോട്, എടാ നല്ലതുപോലെ നടക്ക്, നല്ലതുപോലെ ജീവിക്ക്, എങ്കിൽ അല്ലാഹു നിങ്ങൾക്കും ഇതൊക്കെ തരുമെന്ന് പറയാൻ ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ. നിങ്ങൾ ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് ജാബിർ റളിയല്ലാഹു തആല അൻഹു. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക്. ജാബിർ തങ്ങളുടെ പിതാവ് ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോകുകയാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോകുമ്പോൾ ചെറിയ മകനായ ജാബിർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, വാപ്പ ഇനി തിരിച്ചു വരൂല, വാപ്പ ഷഹീദാകാൻ പോകുകയാ, നിന്റെ വാപ്പ ഷഹീദാകും, നിന്റെ വാപ്പ രണാങ്കണത്തിലേക്ക് പോകുകയാണ്, ഉഹദിന്റെ രണാങ്കണത്തിൽ. മോനെ, ഞാൻ ആ യുദ്ധത്തിൽ ഷഹീദാകും, മോനെ, വാപ്പാന് ഇത്തിരി കടമുണ്ട്, വാപ്പയ്ക്ക് ഇത്തിരി കടമുണ്ട്, മോന് ഭയപ്പെടേണ്ട കാര്യമില്ല, ഈന്തപ്പനത്തോട്ടമുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, അതിൽ നിന്ന് ഈത്തപ്പഴത്തിന്റെ വിളവെടുക്കുമ്പോൾ വാപ്പയുടെ കടം വീട്ടണേ എന്ന് മരിക്കുന്നതിന് മുമ്പേ വാപ്പ മകനോട് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവേ, അങ്ങനെ അതാ സ്വഹാബി ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെന്നു. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവുണ്ടല്ലോ, ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദാവുകയാ.
ഉഹദിന്റെ രണാങ്കണത്തില് ഷഹീദായി. പടച്ചവനെ, ജാബിർ തങ്ങൾ ചെറിയ പ്രായമാണ്, ഒരുപാട് പ്രാരാബ്ദങ്ങളാണ്. തന്റെ പിതാവ് മരിച്ചെന്നറിഞ്ഞപ്പോ വല്ലാത്ത സങ്കടമായി, വല്ലാത്ത സങ്കടമായി. വളരെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജാബിർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ കണ്ടപ്പോ അവിടുന്ന് ചോദിക്കുന്നു, ജാബിറേ, എന്തേ നിനക്ക് സങ്കടം ജാബിറേ? എന്റെ ഉപ്പാടെ കാര്യമോർത്തിട്ട് സങ്കടപ്പെട്ടു പോയി, എന്റെ ഉപ്പാനെ ഓർത്തിട്ട് ഞാൻ കരയുകയാ. ചെറിയ മകനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ജാബിറേ, വാപ്പയുടെ കാര്യമോർത്തിട്ട് നീ സങ്കടപ്പെടണ്ട, വാപ്പയുടെ കാര്യമോർത്തിട്ട് നീ സങ്കടപ്പെടണ്ട. നബി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാൻ ഇന്നലെ നിന്റെ വാപ്പയെ സ്വപ്നം കണ്ടു. ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇന്നലെ ഞാൻ നിന്റെ വാപ്പയെ സ്വപ്നം കണ്ടു. നിന്റെ വാപ്പ അല്ലാഹുവിനോട് സംസാരിക്കുകയാണ്, നിന്റെ വാപ്പ അല്ലാഹുവിനോട് സംസാരിക്കുകയാണ്. അല്ലാഹു ചോദിക്കുകയാ, എന്താണ് ആഗ്രഹമെന്ന് ചോദിച്ചപ്പോ, ജാബിറേ, നിന്റെ വാപ്പയോട് അല്ലാഹു ചോദിച്ചു ആഗ്രഹം എന്താണെന്ന്. ആ സമയത്ത് നിന്റെ വാപ്പ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? അല്ലാഹുവേ, എന്നെ ദുനിയാവിലേക്ക് മടക്കിയാ പോയിട്ട് ഒന്നുകൂടെ യുദ്ധം ചെയ്തിട്ട് ഷഹീദാകാൻ ആഗ്രഹമുണ്ട് നാഥാ. പടച്ചവനെ, ഈ ഖബറിനകത്ത് നിന്ന് നീ എന്നെ ഒന്ന് യാത്രയാക്കിയ പടച്ചവനെ, എനിക്ക് വീണ്ടും പോയിട്ട് അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ എനിക്ക് യുദ്ധം ചെയ്യണം, എന്നിട്ട് എനിക്ക് ഷഹീദാകണം. ഇതാണ് എന്റെ ആഗ്രഹമെന്ന് പടച്ചവനോട് പറയുമ്പോ അല്ലാഹു പറയുകയാ, അത് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇനി ഒരാൾക്കും ഖബറിനകത്ത് നിന്ന് തിരിച്ചു പോകാൻ കഴിയില്ല. അപ്പൊ പറഞ്ഞു, റബ്ബേ, എനിക്ക് ഈ ഖബറിനകത്ത് കിട്ടിയ പ്രതിഫലം എന്റെ കുടുംബക്കാരോട് എനിക്കും അറിയിക്കണമല്ലാ. എനിക്ക് നീ തന്ന പ്രതിഫലം എന്താണെന്ന് എന്റെ കുടുംബക്കാരോട് എനിക്ക് പറയണം തമ്പുരാന് എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമത ജാബിർ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങുകയാ, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ഈ ആയത്തിറങ്ങാനുള്ള കാരണം അതാണെന്ന് അതാ തഫ്സീറുകളിൽ കാണാം. പടച്ചവരെ, എനിക്ക് കിട്ടിയ പ്രതിഫലം എന്താണെന്ന് എനിക്കെന്റെ അഖിലുകാരോട് എനിക്കൊന്ന് പറയണം തമ്പുരാന്. അല്ലാഹുവേ, അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്. വലാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങിയത്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഷഹീദാകുന്ന ശുഹദാക്കൾ ഉണ്ടല്ലോ, പടച്ചവനെ, അവര് മരിച്ചവരല്ല, അവര് മരിച്ചവരല്ല, അവര് ജീവിച്ചിരിക്കുന്നവരാണ്, അവര് ജീവിച്ചിരിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അവര് മരിച്ചവരല്ല, അവരുടെ റൂഹുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ ജീവിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയവർ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഞാൻ കിടക്കുന്നത് സ്വർഗത്തിലെ സ്വർണത്തിന്റെ വിരിപ്പിലാ, എന്റെ ഖബർ കണ്ണെത്താ ദൂരം വിശാലമാ, എന്റെ ഖബറിനകത്ത് വല്ലാത്ത സുഗന്ധമാ, എന്റെ കാലിന്റെ ഭാഗത്ത് സ്വർഗത്തിന്റെ കവാടം തുറന്ന് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ എന്റെ മക്കളോടും പറയാറ്, എന്റെ കുടുംബക്കാരോടൊന്ന് പറയാറ്, കൂട്ടുകാരോടയാറ്, മരിച്ചുപോയ മയ്യത്തോ ആഗ്രഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ, അതുകൊണ്ടാണ് മരിച്ചുപോയ പലരെയും നമ്മുടെ സ്വപ്നങ്ങൾ കാണുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്നവരെ കാണുമല്ലോ, ദുഃഖത്തോടെ ഇരിക്കുന്നവരെ കാണുമല്ലോ. അതുകൊണ്ട് പടച്ചവരെ, ആ ഖബറിലേക്ക് പോകുമ്പോൾ, ആ
ആ ഖബറിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഖബറിനകത്ത് നിനക്ക് ഇതൊക്കെ കിട്ടാറ്, ആ ഖബറിനകത്ത് തന്നെ നിന്റെ മണ്ണറ മണിയറയാകാറ്, ആ ഖബർ സ്വർഗമാകാൻ, ആ ഖബറിനകത്ത് കിടന്നുകൊണ്ട് സ്വർഗം കാണാറ്. ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. ഇത് ഖബറാളികളുടെ രണ്ടാമത്തെ ആഗ്രഹമാ, വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയുവോ? ഖബറിൽ കിടക്കുന്നവര് ആഗ്രഹിക്കുകയാ, അല്ലാഹുവേ ഖിയാമത്ത് നാളായാ മതിയായിരുന്നു റബ്ബേ, മഹ്ശറയായാ മതിയായിരുന്നു പടച്ചവര്, മഹ്ശറയായാ മതിയായിരുന്നു പടച്ചവര്. എന്തിനാണെന്നറിയോ? എന്തിനാണെന്നറിയുവോ? കാലിന്റെ ഭാഗത്ത് അല്ലാഹു തുറന്നു കാണിക്കുന്ന സ്വർഗത്തിൽ പോകാനുള്ള കൊതി കാരണം ഖബറിൽ കിടക്കുന്നവരാഗ്രഹിക്കുകയാണ്, പടച്ചവരെ മഹ്ശറയായാ മതിയായിരുന്നു റബ്ബേ എന്നാഗ്രഹിക്കുമെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ ഈസാ നബിയുടെ ചരിത്രം പഠിച്ചവരാണല്ലോ. അല്ലാഹുവേ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ഈ മജ്ലിസിലെ ദുആ സ്വീകരിക്കണേ അല്ലാ. ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബിക്ക് അല്ലാഹു കൊടുത്തിരുന്ന ഒരു കഴിവായിരുന്നു മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള ഒരു കഴിവ് കൊടുത്തിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, ഖബറിൽ കിടക്കുന്ന ആൾ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ ആഗ്രഹം, എനിക്ക് അല്ലാഹു തന്നിരിക്കുന്ന പ്രതിഫലം ഒന്ന് കുടുംബക്കാരോട് പോയിട്ട് പറയാൻ ഖബറാളി ആഗ്രഹിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3, അവർക്ക് അല്ലാഹു സ്വർഗമൊക്കെ കാണിച്ചു കൊടുക്കും. രാവിലെയും വൈകിട്ടും അവരുടെ ഖബറിനകത്ത് സ്വർഗത്തിന്റെ കവാടം തുറന്നു കാണിക്കും. ഇത് കാണുമ്പോ പടച്ചവനെ ഒന്ന് ഖിയാമത്ത് നാളായാ മതിയായിരുന്നു, പടച്ചവനെ മഹ്ശറയായിരുന്നെങ്കിൽ എനിക്ക് ഈ സ്വർഗത്തിൽ പോകാമായിരുന്നല്ലോ എന്ന് അവര് ഖിയാമത്ത് നാളാകാൻ, മഹ്ശറയാകാൻ അവരാഗ്രഹിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, നിങ്ങൾ എന്താ നബിയുടെ പേര് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നത്? മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം സാധാരണ ഒരു നബിയല്ലടോ. ഇനി ഈ ലോകത്ത് നമ്മളെ പോലെ ഈ ലോകത്ത് കടന്നു വന്ന് ജീവിക്കുന്ന നബിയാണ് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിന് ഇപ്പൊ ഡിസംബർ 25 കഴിഞ്ഞു. ക്രിസ്മസ് അല്ലേ? ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നവർ നമ്മുടെ ഉമ്മത്തിലുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. അങ്ങനെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം, എന്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങളൊക്കെ പറഞ്ഞപ്പോ മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സാമ്, ആ സാമെന്ന് പറയുന്ന മകന്റെ ഖബറിന്റെ ചാരത്ത് പോയി. ചരിത്രം പറയുകയാ, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സാമ്, ആ സാമ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിന്റെ ചാരത്ത് ചെല്ലുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം ആ ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട്, അല്ലാഹുവേ, ഈസാ നബി അലൈഹിസ്സലാം അവിടെന്ന് പറയുകയാണ്, യാ റൂഹല്ലാഹ്, പടച്ചവനെ ഈസാ നബി അലൈഹിസ്സലാം അവിടെന്ന് പടച്ചവനെ ഖാല ഈസാ അലൈഹിസ്സലാം. അതാ തഫ്സീറിൽ കാണാം, ഈസാ നബി അലൈഹിസ്സലാം അതാ പടച്ചവനെ നൂഹ് നബിയുടെ മകന്റെ ഖബറിന്റെ ചാരത്തു ചെല്ലുകയാണ്. എന്നിട്ട് കുമ്പി ഇതിനില്ല അല്ലാഹുവിന്റെ പേര് പറഞ്ഞിട്ട് വിളിക്കുമ്പോ, അല്ലാഹുവിന്റെ പേര് പറഞ്ഞിട്ട് വിളിക്കുമ്പോ പടച്ചവനെ നൂഹ് നബിയുടെ മകനായ സാം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഖബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ്. അതാ തലയിലെ മണ്ണ് തട്ടിക്കളഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുകയാണ്. പടച്ച റബ്ബേ, അവിടുന്ന് ദാ പറയുകയാ, സാമിനോട് ചോദിക്കുകയാ, ഞാൻ ഈസാ നബി അലൈഹിസ്സലാമാണ്. പടച്ചവനെ ഈസാ നബിയോട് ചോദിക്കുകയാ, എന്തേ ഖിയാമത്ത് നാളായോ, മഹ്ശറയായോ, ആരാണ് എന്നെ വിളിച്ചുണർത്തിയത്? പെട്ടെന്ന് അവിടെന്ന് ചോദിക്കുകയാ, മുടിയൊക്കെ നരച്ചുപോയി, സാമിന്റെ മുടിയൊക്കെ നരച്ചുപോയി. അല്ലാഹുവേ, അവിടെന്ന് സംസാരിക്കുമ്പോ ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു,
ചോദിച്ചു, സാമേ മരണം എങ്ങനെയുണ്ടായിരുന്നു സാമേ, മരണം എങ്ങനെയുണ്ടായിരുന്നു സാമേ? സാമ റളിയല്ലാഹു തആല അൻഹു തന്റെ കഴുത്തിലേക്ക് കൈവക്കുകയാണ്, തന്റെ കഴുത്തിലേക്ക് കൈവക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നബിയേ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുത്ത വേദന ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട് നബിയേ. പടച്ചവനെ ഈസാ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാ, ഖിയാമത്ത് നാളായോ, പരലോകമായോ, മഹ്ശറയായോ? അവിടെന്ന് പറയുകയാ, എനിക്ക് ജീവിക്കണ്ട, ഇനി ഒരിക്കൽ കൂടെ മരണത്തിന്റെ വേദന താങ്ങാൻ എന്നെ കൊണ്ട് കഴിയില്ല, ഇനി ഒരിക്കൽ കൂടെ മരണത്തിന്റെ വേദന താങ്ങാൻ എന്നെ കൊണ്ട് കഴിയില്ല. പടച്ചവനെ വീണ്ടും അതാ ഖബറിനകത്തേക്ക് തന്നെ വീഴുകയാ. ചരിത്രം അവിടെന്ന് പറയുമ്പോ ഖബറാളി ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവേ, മസ്റയായ മതിയായിരുന്നു പടച്ചവര്, സ്വർഗത്തിൽ പോകാമല്ലോ, സ്വർഗത്തിൽ പോകാമല്ലോ. ഈ കാലിന്റെ ഭാഗത്ത് തുറന്നു കാണിക്കുന്ന സ്വർഗത്തില് എനിക്ക് ചെന്ന് ആസ്വദിക്കാൻ കഴിയുമല്ലോ അല്ലാ എന്ന് ഖബറാളി ആഗ്രഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാ, ഈ പറഞ്ഞ 3 കാര്യങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, എടോ ഇത് 3 ആഗ്രഹങ്ങളെ പറഞ്ഞല്ലോ, ഈ 3 ആഗ്രഹവും ആരുടേതാണെന്നറിയുമോ? അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് 5 നേരം നിസ്കരിച്ചുകൊണ്ട്, പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട്, ഹലാലും ഹറാമും സൂക്ഷിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കുന്നവർക്ക് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലമായത്, അവരുടെ ആഗ്രഹമായത്. എന്നാ പടച്ച റബ്ബ് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ട് പടച്ചവരോട് നന്ദികേട് കാണിച്ചുകൊണ്ട് അല്ലാഹനെ മറന്നുകൊണ്ട് നടക്കുന്ന ധിക്കാരികളുണ്ടല്ലോ, അവരുടെ മരണം എങ്ങനെയാണെന്നറിയുമോ? ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാ, കാണേണ്ട താമസം പിടഞ്ഞു വീഴുകയാ, കാണേണ്ട താമസം പിടഞ്ഞു വീഴുകയാ. അല്ലാഹുവിന്റെ മലക്കുകൾ ഭയാനകമായ രൂപത്തിൽ അവിടുന്ന് കടന്നു വരികയാ, അവന്റെ റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. കല്ലാ ഇദാ ബലഗതി ത്വറാഖിയ വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى. പടച്ചവനെ മലക്കുകൾ പറയുകയാ, വിളിക്കടാ വിളിക്കടാ വിളിക്കടാ, ആരെ വേണമെങ്കിലും വിളിച്ചോ, നിന്നെ കൊണ്ടുപോകാമെന്നതാണ്, നിന്റെ റൂഹ് പിടിക്കാമെന്നതാണ്, രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടണോ. അവരുടെ കയ്യിലിരിക്കുന്ന ചാട്ടപാറ കൊണ്ട് തല്ലിച്ചതച്ചുകൊണ്ട് റൂഹ് വലിച്ചു പറിക്കുകയാണ്. പടച്ചവരെ, വല്ലാത്ത വേദനയാണല്ലോ, വല്ലാത്ത ദാഹമാണല്ലോ. മലമൂത്ര വിസർജനം നടത്തി പടച്ചവനെ കള്ളു തള്ളിയിട്ട് പേടിച്ച് പറച്ചവരെ പോലെ കിടന്ന് മരിക്കുകയാ. അവന്റെ മുഖത്ത് നോക്കിയാലേ അറിയാ പടച്ചവനെ മുഖം കറുത്തിരിക്കുകയാണ്. അവന്റെ മുഖത്ത് പടച്ചവനെ കറുപ്പാട് കാണുമ്പോൾ തന്നെ ഭയം തോന്നുകയാണ്. അവൻ പറയുന്നത് തന്നെ ഖബറിലേക്ക് കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ, എവിടേക്ക് കൊണ്ടുപോവുകയാ? അവൻ കടന്ന് നിലവിളിക്കുന്ന ശബ്ദം പടച്ചവനെ നാൽക്കാലികൾക്ക് കേൾക്കാ. മനുഷ്യനും ജിന്നുകളും ഒടിച്ചു ബാക്കി ലോകത്തുള്ള സർവ്വചരാചരങ്ങൾക്കും അവന്റെ നിലവിളി കേൾക്കാ. പടച്ചവനെ അവനെ ഖബറിലേക്ക് കൊണ്ടുചെന്നാൽ ഖബർ പറയുകയാ, വാ നിനക്ക് ഞാൻ കാണിച്ചു തരാ. എന്റെ മുകളിലൂടെ നീ ധിക്കരിച്ച് നടന്നപ്പോ എന്റെ സ്വഭാവം നിനക്കറിയില്ലായിരുന്നു. ഖബർ അവനോട് അവന്റെ ഖബറിന്റെ യഥാർത്ഥ സ്വഭാവം അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഖബർ ഞെരിക്കുകയാണ്, വാരിയല്ലുകൾ കോർക്കുന്ന രീതിയിൽ ഖബർ ഞെരിക്കുകയാണ്. പടച്ചറപ്പേ, അവന്റെ
ഖബർ നരകമാവുകയോ, അവന്റെ ഖബർ നരകമാവുകയോ, അവന് ഖബറിനകത്ത് കടന്ന് യാചിക്കുകയാണ്. അല്ലാഹുവേ അല്ലാഹുവേ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തിരുന്നെങ്കിലോ, എന്റെ മക്കളൊന്ന് സദഖ കൊടുത്തിരുന്നെങ്കിലോ, എന്റെ മക്കൾ എനിക്കൊന്ന് സിയാറത്ത് ചെയ്തിരുന്നെങ്കിലോ, എന്റെ മക്കൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തിരുന്നെങ്കിലോ, ഒരു യാസീൻ ഓതിയിരുന്നെങ്കിലോ, എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ജാരിയായ സദഖ ചെയ്തിരുന്നെങ്കിലോ, നാഥാ അല്ലാഹുവേ, ഈ ലോകത്ത് ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ അല്ലാ എന്ന് ഖബറിൽ കടന്ന് യാചിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവര്, പിന്നെ അങ്ങോട്ടുള്ള ജീവിതം മുഴുവനും നാശമാണ്, അവൻ നരകത്തിലാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്തായാലും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കുമടോ. എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല, ഏത് നിമിഷമാണ് മരണം വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാണ് കടന്നു വരുന്നതെന്നറിയില്ല. എപ്പോ മരണം വന്നാൽ യാചിക്കാതെ മരിക്കണേ, യാചിക്കാതെ മരിക്കണേ. എല്ലാവരും പറയുന്നത്, ഉസ്താദേ, മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടി യാചിക്കരുത്. ഇഷ്ടമില്ലാത്ത കാര്യമല്ലോ, ഇഷ്ടമില്ലാത്ത കാര്യമല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാ, മരണസമയത്ത് യാചിക്കുമടോ, മരണസമയത്ത് യാചിക്കുമടോ. ആരാണ് യാചിക്കുന്നതെന്നറിയുവോ? എന്തിനാണ് യാചിക്കുന്നതെന്നറിയുവോ? വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, മരണസമയമെടുക്കുമ്പോ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോൾ അല്ലാഹ് പടച്ചവനെ യാചിക്കുകയാ, നാഥാ എനിക്കൊരൽപ്പം സമയം വേണമല്ലാ, എനിക്കൽപ്പം സമയം വേണമല്ലാ, അജലിന് ഖരീബ്, എനിക്കൊരൽപ്പം നേരം വേണം തമ്പുരാന്. എന്തിനാ? നിസ്കരിക്കാനാണോ? അല്ല ഖുർആൻ ഓതാനാണോ? അല്ല ദിക്ർ പറയാനാണോ? അല്ല പൊരുത്തം ചോദിക്കാനാണോ? അല്ല യാത്ര പറയാനാണോ? ഇല്ല. പിന്നെ എന്തിനാ നീ യാചിക്കുന്നത്? എന്തിനാ നീ യാചിക്കുന്നത്? എടോ, മരിക്കുന്ന സമയത്ത് യാചിക്കല്ലേ, മരിക്കുന്ന സമയത്ത് യാചിക്കല്ലേ. യാചിക്കാതെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയണേ. അങ്ങനെ യാചിക്കാതിരിക്കാനുള്ള വഴി എന്തെന്നറിയുവോ? അല്ലാ, ആ മരണസമയത്ത് യാചിക്കുന്ന കാര്യമേതാ? അല്ലാ, ഒരുപാട് സമ്പത്ത് കൂട്ടിവെച്ചിട്ടുണ്ട് തമ്പുരാന്, ഒരുപാട് സമ്പത്ത് കൂട്ടിവെച്ചിട്ടുണ്ട് തമ്പുരാന്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു അല്പം എനിക്ക് സദഖ കൊടുക്കാനാണ് റബ്ബേ. നല്ല കാര്യങ്ങൾക്ക് കൊടുക്കാനോ, പള്ളികൾക്ക് കൊടുക്കാനോ, മദ്രസകൾക്ക് കൊടുക്കാനോ, പാപങ്ങൾക്ക് കൊടുക്കാനോ, യതീമീങ്ങൾക്ക് കൊടുക്കാനോ, രോഗികൾക്ക് കൊടുക്കാനോ. അല്ലാ, എനിക്കൽപമ സമയം തരണേ അല്ലാ എന്ന് യാചിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകൾ കടന്നു വരുമ്പോൾ ചില ആൾക്കാർ അല്ലാഹുവിനോട് പറയും, എനിക്ക് അല്പസമയം വേണം, നിസ്കരിക്കാനല്ല, നിസ്കരിക്കാനല്ല, ഖുർആൻ ഓതാനല്ല, ദിക്ർ പറയാനല്ല, യാത്ര പറയാനല്ല, പൊരുത്തം ചോദിക്കാനല്ല, പിന്നെ എന്തിന്? ഒരുപാട് സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്, ഒരൽപ്പം അള്ളാഹുവിൻ്റെ പള്ളിക്ക് കൊടുക്കാൻ പറയാൻ, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ പറയാൻ ഒരൽപ്പസമയം തരണേ എന്ന് യാചിക്കുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പോയിട്ട് അവർക്ക് ജീവൻ കൊടുക്കും. അങ്ങനെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങളൊക്കെ പറഞ്ഞപ്പോ മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം
നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സാം, ആ സാം എന്ന് പറയുന്ന മകന്റെ ഖബറിന്റെ ചാരത്ത് പോയി. ചരിത്രം പറയുകയാ, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സാം, ആ സാം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിന്റെ ചാരത്ത് ചെല്ലുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം ആ ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് അല്ലാഹുവേ, ഈസാ നബി അലൈഹിസ്സലാം അവിടെന്ന് പറയുകയാണ്, യാ റൂഹല്ലാഹ്, പടച്ചവനെ ഈസാ നബി അലൈഹിസ്സലാം അവിടെന്ന് പടച്ചവനെ ഖാല ഈസാ അലൈഹിസ്സലാം. അതാ തഫ്സീറിൽ കാണാം, ഈസാ നബി അലൈഹിസ്സലാം അതാ പടച്ചവനെ നൂഹ് നബിയുടെ മകന്റെ ഖബറിന്റെ ചാരത്തു ചെല്ലുകയാണ്. എന്നിട്ട് കുമ്പി ഇതിനില്ല അല്ലാഹുവിന്റെ പേര് പറഞ്ഞിട്ട് വിളിക്കുമ്പോ, അല്ലാഹുവിന്റെ പേര് പറഞ്ഞിട്ട് വിളിക്കുമ്പോ പടച്ചവനെ നൂഹ് നബിയുടെ മകനായ സാം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഖബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ്. അതാ തലയിലെ മണ്ണ് തട്ടിക്കളഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുകയാണ്. പടച്ച റബ്ബേ, അവിടുന്നതാ പറയുകയാ, സാമിനോട് ചോദിക്കുകയാ, ഞാൻ ഈസാ നബി അലൈഹിസ്സലാമാണ്. പടച്ചവനെ ഈസാ നബിയോട് ചോദിക്കുകയാ, എന്തേ ഖിയാമത്ത് നാളായോ, മഹ്ശറയായോ, ആരാണ് എന്നെ വിളിച്ചുണർത്തിയത്? പെട്ടെന്ന് അവിടെന്ന് ചോദിക്കുകയാ, മുടിയൊക്കെ നരച്ചുപോയി, സാമിന്റെ മുടിയൊക്കെ നരച്ചുപോയി. അല്ലാഹുവേ, അവിടെന്ന് സംസാരിക്കുമ്പോ ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, സാമേ, മരണം എങ്ങനെയുണ്ടായിരുന്നു സാമേ, മരണം എങ്ങനെയുണ്ടായിരുന്നു സാമേ? സാം റളിയല്ലാഹു തആല അൻഹു തന്റെ കഴുത്തിലേക്ക് കൈവക്കുകയാണ്, തന്റെ കഴുത്തിലേക്ക് കൈവക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നബിയേ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുത്ത വേദന ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട് നബിയേ. പടച്ചവനെ ഈസാ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാ, ഖിയാമത്ത് നാളായോ, പരലോകമായോ, മഹ്ശറയായോ? അവിടെന്ന് പറയുകയാ, എനിക്ക് ജീവിക്കണ്ട, ഇനി ഒരിക്കൽ കൂടെ മരണത്തിന്റെ വേദന താങ്ങാൻ എന്നെ കൊണ്ട് കഴിയില്ല, ഇനി ഒരിക്കൽ കൂടെ മരണത്തിന്റെ വേദന താങ്ങാൻ എന്നെ കൊണ്ട് കഴിയില്ല. പടച്ചവനെ വീണ്ടും അതാ ഖബറിനകത്തേക്ക് തന്നെ വീഴുകയാ. ചരിത്രം അവിടെന്ന് പറയുമ്പോ ഖബറാളി ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവേ, മസ്റയായ മതിയായിരുന്നു പടച്ചവര്, സ്വർഗത്തിൽ പോകാമല്ലോ, സ്വർഗത്തിൽ പോകാമല്ലോ. ഈ കാലിന്റെ ഭാഗത്ത് തുറന്നു കാണിക്കുന്ന സ്വർഗത്തില് എനിക്ക് ചെന്ന് ആസ്വദിക്കാൻ കഴിയുമല്ലോ അല്ലാ എന്ന് ഖബറാളി ആഗ്രഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാ, ഈ പറഞ്ഞ 3 കാര്യങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, എടോ ഇത് 3 ആഗ്രഹങ്ങളെ പറഞ്ഞല്ലോ, ഈ 3 ആഗ്രഹവും ആരുടേതാണെന്നറിയുവോ? അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് 5 നേരം നിസ്കരിച്ചുകൊണ്ട്, പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട്, ഹലാലും ഹറാമും സൂക്ഷിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കുന്നവർക്ക് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലമായത്, അവരുടെ ആഗ്രഹമായത്. എന്നാ പടച്ച റബ്ബ് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ട് പടച്ചവരോട് നന്ദികേട് കാണിച്ചുകൊണ്ട് അല്ലാഹനെ മറന്നുകൊണ്ട് നടക്കുന്ന ധിക്കാരികളുണ്ടല്ലോ, അവരുടെ മരണം എങ്ങനെയാണെന്നറിയുമോ? ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാ, കാണേണ്ട താമസം പിടഞ്ഞു വീഴുകയാ, കാണേണ്ട താമസം പിടഞ്ഞു വീഴുകയാ. അല്ലാഹുവിന്റെ മലക്കുകൾ ഭയാനകമായ രൂപത്തിൽ അവിടെന്ന് കടന്നു വരികയാ, അവന്റെ റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. കല്ലാ ഇദാ ബലഗതി ത്വറാഖിയ വകീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى
ربك يومئذ المصاك فلا صدق ولا صلى ولكن كذب وتولى. പടച്ചവനെ മലക്കുകൾ പറയുകയാ, വിളിക്കടാ വിളിക്കടാ വിളിക്കടാ, ആരെ വേണമെങ്കിലും വിളിച്ചോ, നിന്നെ കൊണ്ടുപോകാമെന്നതാണ്, നിന്റെ റൂഹ് പിടിക്കാമെന്നതാണ്, രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടണോ. അവരുടെ കയ്യിലിരിക്കുന്ന ചാട്ടവാറ് കൊണ്ട് തല്ലിച്ചതച്ചുകൊണ്ട് റൂഹ് വലിച്ചു പറിക്കുകയാണ്. പടച്ചവരെ വല്ലാത്ത വേദനയാണല്ലോ, വല്ലാത്ത ദാഹമാണല്ലോ. മലമൂത്ര വിസർജനം നടത്തി പടച്ചവനെ കള്ളു തള്ളിയിട്ട് പേടിച്ച് പറച്ചവരെ പോലെ കിടന്ന് മരിക്കുകയാ. അവന്റെ മുഖത്ത് നോക്കിയാലേ അറിയാ പടച്ചവനെ മുഖം കറുത്തിരിക്കുകയാണ്. അവന്റെ മുഖത്ത് പടച്ചവനെ കറുപ്പാട് കാണുമ്പോൾ തന്നെ ഭയം തോന്നുകയാണ്. അവൻ പറയുന്നത് തന്നെ ഖബറിലേക്ക് കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ, എവിടേക്ക് കൊണ്ടുപോവുകയാ. അവൻ കടന്ന് നിലവിളിക്കുന്ന ശബ്ദം പടച്ചവനെ നാൽക്കാലികൾക്ക് കേൾക്കാ. മനുഷ്യനും ജിന്നുകളും ഒടിച്ചു ബാക്കി ലോകത്തുള്ള സർവ്വചരാചരങ്ങൾക്കും അവന്റെ നിലവിളി കേൾക്കാ. പടച്ചവനെ അവനെ ഖബറിലേക്ക് കൊണ്ടുചെന്നാൽ ഖബർ പറയുകയാ, വാ നിനക്ക് ഞാൻ കാണിച്ചു തരാ. എന്റെ മുകളിലൂടെ നീ ധിക്കരിച്ച് നടന്നപ്പോ എന്റെ സ്വഭാവം നിനക്കറിയില്ലായിരുന്നു. ഖബർ അവനോട് അവന്റെ ഖബറിന്റെ യഥാർത്ഥ സ്വഭാവം അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഖബർ ഞെരിക്കുകയാണ്, വാരിയല്ലുകൾ കോർക്കുന്ന രീതിയിൽ ഖബർ ഞെരിക്കുകയാണ്. പടച്ചറപ്പേ, അവന്റെ ഖബർ നരകമാവുകയോ, അവന്റെ ഖബർ നരകമാവുകയോ. അവന് ഖബറിനകത്ത് കടന്ന് യാചിക്കുകയാണ്, അല്ലാഹുവേ അല്ലാഹുവേ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തിരുന്നെങ്കിലോ, എന്റെ മക്കളൊന്ന് സദഖ കൊടുത്തിരുന്നെങ്കിലോ, എന്റെ മക്കൾ എനിക്കൊന്ന് സിയാറത്ത് ചെയ്തിരുന്നെങ്കിലോ, എന്റെ മക്കൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തിരുന്നെങ്കിലോ, ഒരു യാസീൻ ഓതിയിരുന്നെങ്കിലോ, എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ജാരിയായ സദഖ ചെയ്തിരുന്നെങ്കിലോ. നാഥാ അല്ലാഹുവേ, ഈ ലോകത്ത് ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ അല്ലാ എന്ന് ഖബറിൽ കടന്ന് യാചിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവര്, പിന്നെ അങ്ങോട്ടുള്ള ജീവിതം മുഴുവനും നാശമാണ്, അവൻ നരകത്തിലാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്തായാലും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കുമടോ. എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല, ഏത് നിമിഷമാണ് മരണം വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാണ് കടന്നു വരുന്നതെന്നറിയില്ല. എപ്പോ മരണം വന്നാൽ യാചിക്കാതെ മരിക്കണേ, യാചിക്കാതെ മരിക്കണേ. എല്ലാവരും പറയുന്നത്, ഉസ്താദേ, മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടി യാചിക്കരുത്. ഇഷ്ടമില്ലാത്ത കാര്യമല്ലോ, ഇഷ്ടമില്ലാത്ത കാര്യമല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാ, മരണസമയത്ത് യാചിക്കുമടോ, മരണസമയത്ത് യാചിക്കുമടോ. ആരാണ് യാചിക്കുന്നതെന്നറിയുവോ? എന്തിനാണ് യാചിക്കുന്നതെന്നറിയുവോ? വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, മരണസമയമെടുക്കുമ്പോ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോൾ അല്ലാഹ് പടച്ചവനെ യാചിക്കുകയാ, നാഥാ എനിക്കൊരൽപ്പം സമയം വേണമല്ലാ, എനിക്കൽപ്പം സമയം വേണമല്ലാ. അജലിന് ഖരീബ്, എനിക്കൊരൽപ്പം നേരം വേണം തമ്പുരാന്. എന്തിനാ? നിസ്കരിക്കാനാണോ? അല്ല ഖുർആൻ ഓതാനാണോ? അല്ല ദിക്ർ പറയാനാണോ? അല്ല പൊരുത്തം ചോദിക്കാനാണോ? അല്ല യാത്ര പറയാനാണോ? ഇല്ല. പിന്നെ എന്തിനാ നീ യാചിക്കുന്നത്? എന്തിനാ നീ യാചിക്കുന്നത്? എടോ, മരിക്കുന്ന സമയത്ത് യാചിക്കല്ലേ, മരിക്കുന്ന സമയത്ത് യാചിക്കല്ലേ. യാചിക്കാതെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയണേ. അങ്ങനെ യാചിക്കാതിരിക്കാനുള്ള വഴി എന്തെന്നറിയുവോ? അല്ലാഹ്
മരണസമയത്ത് യാചിക്കുന്ന കാര്യമേതാ? അല്ലാ, ഒരുപാട് സമ്പത്ത് കൂട്ടിവെച്ചിട്ടുണ്ട് തമ്പുരാന്, ഒരുപാട് സമ്പത്ത് കൂട്ടിവെച്ചിട്ടുണ്ട് തമ്പുരാന്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു അല്പം എനിക്ക് സദക്ക കൊടുക്കാനാണ് റബ്ബേ. നല്ല കാര്യങ്ങൾക്ക് കൊടുക്കാനോ, പള്ളികൾക്ക് കൊടുക്കാനോ, മദ്രസകൾക്ക് കൊടുക്കാനോ, പാപങ്ങൾക്ക് കൊടുക്കാനോ, യതീമീങ്ങൾക്ക് കൊടുക്കാനോ, രോഗികൾക്ക് കൊടുക്കാനോ. അല്ലാ, എനിക്കല്പം സമയം തരണേ അല്ലാ എന്ന് യാചിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകൾ കടന്നു വരുമ്പോൾ ചില ആൾക്കാർ അള്ളാഹുവിനോട് പറയും, എനിക്ക് അല്പസമയം വേണം, നിസ്കരിക്കാനല്ല, ഖുർആൻ ഓതാനല്ല, ദിക്റ് പറയാനല്ല, യാത്ര പറയാനല്ല, പൊരുത്തം ചോദിക്കാനല്ല, പിന്നെ എന്തിന്? ഒരുപാട് സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്, ഒരല്പം അള്ളാഹുവിൻ്റെ പള്ളിക്ക് കൊടുക്കാൻ പറയാൻ, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ പറയാൻ ഒരല്പസമയം തരണേ എന്ന് യാചിക്കുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നതിന് മുമ്പ് ചെയ്യാനുള്ളത് ചെയ്യണം, ചെയ്യാനുള്ളത് ചെയ്യണം. അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന സമ്പത്ത് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നതല്ല, നിന്റെ തഴമ്പ് കണ്ടട്ടോ, താടിയുടെ നീളം കണ്ടട്ടോ, കുടുംബ മഹിമ കണ്ടട്ടോ അള്ളാഹു തന്നതല്ല. അത് പരീക്ഷിക്കാൻ വേണ്ടി തന്നതാ, അത് പരീക്ഷണ വസ്തുവാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.